A very warm good morning to one and all present here. It's my pleasure to welcome you all to this Communicative English Orientation Program of SNM Training College, Muthugunnam by Mr. Rajesh Subramanian, Trainer, Add-on English. Let's begin this orientation program with a prayer. I request Adra of English to begin the prayer. ദൈവമേ കൈകൂപ്പി നിൽക്കുന്നു നിൻ മുന്നിൽ ഈറാനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ദൈവമേ കാരുണ്യവാനായ തമ്പുരാനേ അച്ഛനും അമ്മയും എന്നു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരം ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടപ്പിറപ്പുകളായി നിനച്ചും മാതൃഭൂവിനായി ജീവൻ ത്യജിച്ചൊരെ മാതൃകയായിട്ടു സ്വീകരിച്ചും ജീവിക്കുവാനായി അനുഗ്രഹിക്കണമേ ജീവാദിനായക സർവേശ്വര ജീവാദിനായക സർവേശ്വര. Thank you, Adra. First of all, I would like to introduce the speaker of the day, Mr. Rajesh Subramanian. Mr. Rajesh Subramanian is an accountant, trainer, educational activist, and an inspirational speaker. He handles topics like communicative English, life skills, personality development, happy learning, and smart parenting. He has addressed more than 100 stages as keynote speaker and has designed and conducted more than 1,200 public trainings. He directed 25 days training program, Peera Naipunyam, for Government of Kerala. He had trained over 35,000 students, including teachers and professionals. He had received the Best Professional Trainer Award in 2019 from Novelty Publications. I welcome you, sir, to this orientation program. I welcome all the students and teachers to this program. Thank you. Over to the speaker. Sir, please. Sir. സർ ഓഡിയോ കേൾക്കുന്നില്ല. രാജേഷ് സർ. ഓഡിബിൾ അല്ല സാറേ. ഓക്കെ സർ. Hello. I think now it's okay. Okay, sir. Audible. Thank you, Alka Matthew, for a nice introduction and a warm good morning to one and all dear smart participants. Good morning, sir. Okay, then how are you? Had your breakfast? Yes, sir. Okay. So I don't want to waste time. Let's start. നമുക്ക് ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് മിക്കവാറും അല്ലേ. അപ്പോൾ അറൌണ്ട് 47 പാർട്ടിസിപ്പൻസ് ആർ ദേർ. അതിലൊരു 2-4 പേരൊക്കെ ടീച്ചേഴ്സൊക്കെ കൺസിഡർ ചെയ്താൽ പോലും മോർ ദാൻ 40 സ്റ്റുഡൻസ് ആർ ദേർ ഇൻ ദ ഗ്രൂപ്പ്. വെരി ഗുഡ്. നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രത്യേകത, ക്ലാസിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയാം. ദെൻ വി വിൽ ഗെറ്റ് ഓൺ ടു അവർ ടോപ്പിക് ഇംഗ്ലീഷ്. നേരിട്ട് ഇംഗ്ലീഷിലേക്ക് കിടക്കുന്ന ഒരു രീതിയല്ല എൻ്റെ ഏത് ടോപ്പിക് ആണെങ്കിലും. ഇംഗ്ലീഷ് മാത്രമല്ല,
നേരിട്ട് വിഷയത്തിലേക്ക് വരുന്ന ഒരു രീതിയല്ല. സോ സ്കൂള് എന്നാ തുറക്കുക, അല്ല സ്കൂൾ എന്നാ അടയ്ക്കുക, കോളേജ് എന്നാ അടയ്ക്കുക എന്നൊക്കെ ചോദിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പൊ എന്ത് ചോദിച്ചു തുടങ്ങി? സ്കൂൾ എന്ന് തുറക്കുന്നു ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലേ നമ്മുടെ സീസൺ. അങ്ങനത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നേരിട്ട് കാണേണ്ടിയിരുന്ന ആളുകളാണ് നിങ്ങളെ നേരിട്ട് കാണേണ്ടിയിരുന്നതാണ്. കാരണം എൻ്റെ വീട് വളരെ അടുത്താണ്. നിങ്ങളുടെ കോളേജ് എവിടെയാണ്? SNM കോളേജ്, PEd കോളേജ്, മൂത്തകുന്നം. ഐ എം ഫ്രം കൊടുങ്ങല്ലൂർ. ഇറ്റ്സ് വെരി നിയർ ബൈ, ഓൺലി വാക്കബിൾ ഡിസ്റ്റൻസ്. ഞങ്ങൾ മലങ്കര കോളേജിൽ നിന്നൊക്കെ വരുന്ന വഴി നടന്നൊക്കെ വന്നിരുന്ന ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്ര അടുത്താണ്. അപ്പൊ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. എനിക്ക് 2 റിക്വസ്റ്റ് ഉള്ളത്, ക്യാമറ ഓൺ ആക്കി വെക്കാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ളവരെല്ലാം അത് ഓൺ ചെയ്ത് വെക്കുക. കാരണം നിങ്ങളുടെ സുന്ദരമായ മുഖത്ത് നോക്കി ക്ലാസ് എടുക്കുന്ന ഭംഗിയില്ല. VAH അങ്ങനെയുള്ള ലെറ്റേഴ്സ് നോക്കി ക്ലാസ് എടുക്കുന്നത്. സോ ഐ ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലൈവ്, യു ആർ അറ്റൻറ്റീവ്, റൈറ്റ്? ഓക്കെ, താങ്ക് യു. അപ്പൊ എൻ്റെ പേര് രാജേഷ് സുബ്രഹ്മണ്യൻ. ഐ എം ഫ്രം കൊടുങ്ങല്ലൂർ. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കൊടുങ്ങല്ലൂർ. എൻ്റെ ക്വാളിഫിക്കേഷൻ MCOM ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ള MCOM-ലാണ്. ഞാൻ അക്കൗണ്ട്സിൽ കുറെ കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടില് കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാംഗ്ലൂര്, UAE, ഷാർജ, ദുബായ്, അജ്മാനൊക്കെ ഉള്ള സ്ഥലം നിങ്ങൾക്ക് UAE-ൽ കുറെ കാലം വർക്ക് ചെയ്തു. Last 10 years I have been taking training classes in the different parts of Kerala on different topics. പല വിഷയങ്ങളിൽ. ഇപ്പോൾ അൽക്ക പറഞ്ഞ പോലെ ഹാപ്പി ലേണിംഗ്, പാരന്റ്, ആർട്ട് ഓഫ് ടീച്ചിങ്, സ്ട്രെസ് മാനേജ്മെന്റ്. അപ്പൊ അതിൽ എൻ്റെ ഒരു ഡൊമൈൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. കാരണം ക്ലാസ്സുകളുടെ എണ്ണം കൂടുതൽ വരിക ഇംഗ്ലീഷാണ്. കൂടുതൽ സമയം നമുക്ക് ക്ലാസ് എടുക്കേണ്ടി വരിക ഇംഗ്ലീഷ് എന്ന വിഷയത്തിലാണ്. ഇംഗ്ലീഷ് സബ്ജക്റ്റ് അല്ല, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത്, നമുക്ക് 3 സ്റ്റേജസ് ആണ് ഈ ഒരു നമ്മുടെ ഇന്നത്തെ ഈ ഒരു 90 മിനിറ്റ് സെഷനിൽ വരിക. 3 segments വിൽ ബി ദേർ. അതിൽ ആദ്യം വരുന്നത് ഒരു ജനറൽ ടോക്ക് എനിക്ക് ചെയ്യാനുണ്ട് നിങ്ങളോട്. എനിക്ക് BEd പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ അടുത്ത് മാത്രം വരുമ്പോഴുള്ള ഒരു കുഴപ്പമുണ്ട്. LKG മുതൽ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. LKG, UKG, ഹൈസ്കൂള്, +2, ഡിഗ്രി, അങ്ങനെ നമുക്ക് പ്രായ വ്യത്യാസം ഇല്ല. എനിക്ക് അങ്ങനത്തെ അഹങ്കാരമൊന്നുമില്ല. ആർക്കും ക്ലാസ് എടുക്കാൻ ഞാൻ തയ്യാറാണ് കേട്ടോ. അവർ കേട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ PG വരെയൊക്കെ കുഴപ്പമില്ല. വേറെ ഏത് കോഴ്സാണെങ്കിലും കുഴപ്പമില്ല, എഞ്ചിനീയറിംഗോ വേറെ കുഴപ്പമില്ല. പക്ഷെ BEd-ന് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ മാത്രമേ എനിക്കൊരു കുഴപ്പമുള്ളത്, നിങ്ങളുടെ ടീച്ചേഴ്സ് ആണെന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുക. അതെന്താന്ന് എനിക്കറിയില്ല. എൻ്റെ ഇപ്പം എല്ലാം തകരാറാണോന്ന് അറിയില്ല. ഓൾറെഡി ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്ത ടീച്ചേഴ്സായിട്ട് ടീച്ചർ ആയിക്കഴിഞ്ഞ ആളുകളോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കും ഞാൻ സംസാരിക്കുക. അപ്പൊ തെറ്റിദ്ധരിക്കരുത്, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കൺസിഡർ, കാരണം നിങ്ങൾ ആയിക്കഴിഞ്ഞു ഓൾറെഡി അല്ലേ. അപ്പോൾ ടീച്ചിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. നമുക്ക് എന്തായാലും ബ്രിഡ്ജ് കോഴ്സ് ഒക്കെ വരുന്നുണ്ട്, അന്നാണ് ആ വിഷയം കൂടുതൽ സംസാരിക്കുക. ടീച്ചറാവാൻ കണക്കാക്കി ഇറങ്ങിയിട്ടുള്ള ആളുകളാണോ നിങ്ങൾ എല്ലാവരും? എനിക്ക് ഞാൻ എൻ്റെ വീടിന്റെ തൊട്ടടുത്തൊരു BEd കോളേജ് ഉണ്ട്, പൽപ്പു മെമ്മോറിയൽ BEd കോളേജ്. അവിടെ ഒരു 3 വർഷം മുമ്പുള്ള ബാച്ചിലെ ഒരു സ്റ്റുഡന്റിനെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പൊ ആള് പറയുന്നത്, ഇടയ്ക്ക് വേക്കൻസി ഒക്കെ വരുമ്പോഴേ, ടെമ്പററി വേക്കൻസി ഒക്കെ വരുമ്പോൾ വിളിക്കും. ഞാൻ പോകാറില്ല, എനിക്ക് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. പഠിപ്പിക്കാൻ ഇഷ്ടമില്ല അത്ര. കൂടെ പഠിക്കുന്നവരൊക്കെ PSCക്ക് ട്രൈ ചെയ്ത് തുടങ്ങിയെന്ന്. ഒന്ന് ആലോചിച്ചു, BEd ചെയ്യണത് എന്ത് കഷ്ടമല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാനുള്ളത്, നിങ്ങൾ ടീച്ചിങ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണോ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ? ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പ്രൊഫഷൻ? ഡു യു ലൈക്ക് ടു ടേക്ക് ക്ലാസസ് ഫോർ ദ സ്റ്റുഡൻസ്? That's my first question. Yes, sir. Yes, sir. Yes, sir. Yes, sir. You are very good. Yes, sir. നിങ്ങൾ വളരെ ലക്കിയാണ്, നിങ്ങൾ വളരെ ഫോർച്യുനേറ്റ് ആണ്. യു ആർ ഫോർച്യുനേറ്റ് ഇനഫ് ടു ബി എ ടീച്ചർ ഇൻ യുവർ ലൈഫ്. അതിന്റെ കാരണം പറഞ്ഞുതരാം. ഞാൻ ആക്സിഡന്റലി ടീച്ചറായ ഒരാളാണ്. ഭാഗികമായിട്ട് ഞാൻ ടീച്ചറുള്ളൂ. ഞാനൊരു പരിശീലകനാണ്, ശരിക്കും ഒരു ട്രെയിനറാണ്. ടീച്ചിങ്ങും ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസം ആദ്യം പറയാം. ടീച്ചിങ് ഞാൻ ആകെ ചെയ്യുന്നത് ഗ്രാമർ ക്ലാസ് എടുക്കാറുണ്ട്. 10th പഠിക്കുന്നവർക്ക് ക്രാഷ് കോഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഗ്രാമർ ക്ലാസ്, അങ്ങനെ കുറച്ച് വളരെ ടീച്ചിങ് ആയിട്ട് ചെയ്യാറുള്ളൂ. മറ്റേത് ട്രെയിനിങ് ആണ്. പരിശീലനവും അധ്യാപനവും തമ്മിലുള്ള വ്യത്യാസം ആദ്യം പറയാം. നിങ്ങൾ വളരെ മെച്യൂർഡ് ആണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കുന്നു വിശ്വസിക്കുന്നു. ടീച്ചിങ്ങിന്റെ ഒരു പ്രത്യേകത, നമ്മൾക്കൊരു സിലബസ് ഉണ്ട് അല്ലേ. ഇപ്പൊ നിങ്ങൾ ഏത് കോഴ്സിന് പോയാലും, ഡിഗ്രി, ഇപ്പൊ BCom, BA, MA, BEd-നൊക്കെ വന്നാൽ കറക്റ്റ് ഒരു സിലബസ് ഉണ്ട് അവിടെ. ആ സിലബസ് എടുത്ത് തീർത്തിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു എക്സാം വരും. എക്സാമിന് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്തിട്ട് നല്ലൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് വേണം നമുക്ക് പിന്നെ ജോബിന് കയറാനായിട്ട്. അപ്പൊ there is a syllabus. That is the responsibility of that teacher.
ആ സിലബസ് ഫുള്ള് ഭംഗിയായിട്ട് എടുത്തു കൊടുക്കാൻ പറ്റണം. എക്സാമിൽ മാക്സിമം മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളെ മാറ്റണം. ദാറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ടീച്ചർ. പക്ഷെ പരിശീലകരുടെ അല്ലെങ്കിൽ ട്രെയിനേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി അതല്ല. ട്രെയിനേഴ്സിന് തരുന്നത് സിലബസ് അല്ല, എയിമാണ്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ നല്ലൊരു എക്സാമ്പിൾ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ തന്നെ പറയാം. ഞാൻ സ്കൂൾസിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. നമ്മൾ 1 ഇയറിലേക്കൊക്കെ ഒരു കോൺട്രാക്ട് എടുത്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന, നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. HDPY, അണ്ടിപ്പള്ളിക്കാവ്, തൃശ്ശൂർ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂൾ ഉണ്ട്. ഞാനൊരു 3 വർഷം ഐ വർക്ക് ദേർ ആസ് എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ. അവിടെ നമ്മൾക്ക് നിങ്ങൾ പാസീവ് വോയിസ് പഠിപ്പിക്കണം, ആക്റ്റീവ് വോയിസ് പഠിപ്പിക്കണം, ഇൻഡയറക്ട് സ്പീച്ച് പഠിപ്പിക്കണം, ഡയറക്ട് സ്പീച്ച് പഠിപ്പിക്കണം, പാർട്സ് ഓഫ് സ്പീച്ച് പഠിപ്പിക്കണം എന്ന് നെവർ എവർ ദേ സേ. ഒരാളും നമ്മളോട് പറയില്ല. പകരം നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഇംഗ്ലീഷ് സംസാരിക്കണം. മനസ്സിലായോ ഡിഫറൻസ്? അത് സംസാരിക്കാൻ പറ്റിയാൽ ട്രെയിനിങ് സക്സസ്ഫുൾ ആണ്, നിങ്ങൾ ആൾ ഓക്കെയാണ്. 1 വർഷം ക്ലാസ് എടുത്തിട്ടും ഇംഗ്ലീഷിൽ വലിയ മാറ്റമില്ലെങ്കിൽ ടൈം പാസ്. ഇതാണ് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ. സെയിൽസ് ട്രെയിനിങ് ഉണ്ട്. സെയിൽസിൽ ട്രെയിനിങ് നടക്കുന്നത് നിങ്ങൾക്കറിയാം. സെയിൽസിൽ ഒരു കമ്പനിക്ക് ഒരാൾ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ ആ കമ്പനിയുടെ ടേൺ ഓവർ 1 CR ആയിരുന്നു എന്ന് വിചാരിക്കുക ട്രെയിനിങ് കൊടുക്കുന്നതിന് മുമ്പ്. ട്രെയിനിങ് കഴിയുമ്പോൾ അത് ഒരു 1.25 മാറിയിട്ടുണ്ടാവണം. അപ്പൊ ദാറ്റ് ഈസ് കോൾഡ് ട്രെയിനിങ്. ട്രെയിനിങ്ങിൽ നമുക്ക് തരുന്നത് എയിമാണ്, സിലബസ് അല്ല. അപ്പോ ആ ഒരു ചാലഞ്ച് നമ്മൾക്കുണ്ട്. വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു കാര്യം. അപ്പൊ ടീച്ചേഴ്സിനോടുള്ള എനിക്കുള്ള അസൂയ എന്ന് പറയുന്നത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ജീവിക്കാനായിട്ട് കർമ്മം ചെയ്യണം അല്ലേ? എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. ടോപ്പ് സിംഗർ മാത്രം കണ്ടിരുന്ന് പറ്റുമോ? ഉപ്പുമുളക് മാത്രം അതും ഒരു കർമ്മമാണ്, അത് വേറെ കാര്യം. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം. നോവൽറ്റി പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻസ് ഉണ്ട്. തൃശ്ശൂരാണ് അതിന്റെ ഹെഡ് ഓഫീസ്. അവര് സൗത്ത് ഇന്ത്യ മുഴുവൻ ബുക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടുന്ന ബുക്ക് സപ്ലൈ ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ്. അതിന്റെ കമ്പനി ട്രെയിനറാണ് ഞാൻ. 4-5 വർഷത്തോളമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഞാനാണ് എടുക്കാറ്. 4-5 വർഷമായിട്ട് കേരളത്തിലെ പല ജില്ലകളിൽ, മലപ്പുറം, തൃശ്ശൂർ, വയനാട്, ഹൗ ടു ടീച്ച് ഇംഗ്ലീഷ് എന്നുള്ള വിഷയത്തിലാണ് ക്ലാസ് എടുക്കാറ്. കുട്ടികൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാനായിട്ട് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ ഇരിക്കണ പോലെ ഒന്നും കുട്ടികൾ ഇരിക്കില്ലല്ലോ. അവിടെ വന്നിട്ട് കുട്ടികളെ വലിയ എന്താ പറയാ വീരസാഹസിക കഥകളൊക്കെ പറഞ്ഞാൽ അവർക്ക് ബോറടിക്കും. അപ്പൊ കുറെ തമാശകളൊക്കെ. TPR എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. അപ്പൊ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ആക്ഷനൊക്കെ കാണിക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഹൗ ടു ടീച്ച് ഇംഗ്ലീഷ് എന്നുള്ള വിഷയത്തിലൊക്കെ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ പബ്ലിക്കേഷൻസിന്റെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ നോവൽറ്റി പബ്ലിക്കേഷൻസിന്റെ ഒരു ഇയർലി വൺസ് ആണ് ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് മലപ്പുറം ടൗണിൽ സംഘടിപ്പിച്ചപ്പോൾ അവിടുത്തെ ഏജന്റ് ആണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. നോവൽറ്റി പബ്ലിക്കേഷൻസിന്റെ മലപ്പുറത്തുള്ള ഏജന്റാണ് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. അങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം, there will be a formal meeting before start the class. So he was the he was the person who was delivering the welcome speech. വെൽക്കം സ്പീച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു പ്രഭാഷകൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹം വാചാലമായിട്ട് സംസാരിച്ചു. എല്ലാവരും ടീച്ചേഴ്സ് ആണല്ലോ, എല്ലാവരും ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സിന്റെ അടുത്ത് ടീച്ചേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷൻ ഏതാണെന്നറിയാമോ, ഏറ്റവും നല്ല ജോലി ഏതാണെന്നറിയാമോ? അപ്പൊ ടീച്ചേഴ്സ് പറഞ്ഞു, ഇങ്ങനെ സംശയിച്ചിരുന്നു. ടീച്ചിങ് ആണ് എന്നായിരിക്കും നിങ്ങൾ പറയുക, പക്ഷെ അതല്ല, ഏറ്റവും നല്ലത് നഴ്സിംഗ് ആണ്. ആള് പറയുന്നുണ്ടോ, ഈ പറയുന്ന വ്യക്തി നഴ്സിംഗിന്റെ പ്രത്യേകത, ഒരാൾ വേദനിക്കുമ്പോൾ അവർക്ക് ആ വേദനയിൽ ആശ്വാസമാകുവാനൊക്കെ പറ്റുന്നത് നഴ്സിനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ടീച്ചിങ് ആന്ന് പറഞ്ഞു. ശരി, അതിനുശേഷമാണ് എൻ്റെ ടേൺ വരുന്നത്. ഞാൻ സംസാരിക്കാൻ കയറി. അപ്പൊ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കതിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഏറ്റവും വലിയ പ്രൊഫഷൻ ടീച്ചിങ് ആന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഒരു മെയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. കൊടുങ്ങല്ലൂരുള്ള മോഡേൺ ഹോസ്പിറ്റലിലോ TK പുരത്തുള്ള മെഡിക്കെയർ ഹോസ്പിറ്റലിലോ ആസ്റ്റർ മെഡിസിറ്റിയിലോ പോയിട്ട്, സാറേ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നാളെ എന്നെ അപ്പോയിന്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? ചെയ്യോ അവര്? അവിടെ എന്ത് വേണം നേഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ? ഒരാൾക്ക് ഓടി വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണോ അത്? അതിന് വേണ്ടുന്ന നോളജ് അവിടെ വേണ്ടേ, എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? അപ്പൊ അതുണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? ഇതുപോലുള്ള അധ്യാപകരും ട്രെയിനേഴ്സും ഒക്കെ ആയിട്ട് അവരുടെ സംഭാവനയാണത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം, ലോകത്തിലെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ.
അതാണ് കർമ്മശാസ്ത്രം. നല്ല കർമ്മത്തിന് നല്ല റിസൾട്ട്, മോശം കർമ്മത്തിന് മോശം റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ഈ ലോകത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കർമ്മം എന്ന് പറയുന്നത് ശരിയായ അറിവും മനോഭാവവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതാണ് നമുക്ക് ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാമെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. ഇതാവാൻ ടീച്ചർ ആവണമെന്ന് നിർബന്ധമില്ല, അതും കൂടി ഓർക്കുക. പക്ഷെ ടീച്ചേഴ്സിനാവുമ്പോൾ മാസ് ആയിട്ട് വലിയ ഗ്രൂപ്പിലേക്ക് ഈ നോളജ് എത്തിക്കാൻ പറ്റും. നമ്മൾ ഇന്നിങ്ങനെ എത്തിയതിന് ഒരുപാട് ടീച്ചേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ലേ? അപ്പൊ ആ ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ പറ്റിയത് നിങ്ങളുടെ ഒരു പുണ്യമായിട്ട് കരുതുക. നിങ്ങൾ അതിനെ സ്നേഹിക്കുക, അങ്ങേയറ്റം റെസ്പെക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴേ ടീച്ചേഴ്സായിട്ട് ആ മൈൻഡ് സെറ്റിലിരിക്കുക. നിങ്ങളുടെ PG ഡിഗ്രി എന്തായാലും എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? PG കഴിഞ്ഞ എത്ര പേരുണ്ട്? ആരെങ്കിലൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? PG കഴിഞ്ഞതാണ്, M.Com കാരനാണോ? നമ്മളിപ്പോ ഒരു ടീമാണ് പോലെ. ദേവിക, അൽക, ആതിര, അപർണ PG കഴിഞ്ഞു അല്ലെ? അജിത്തൊക്കെ PG കഴിഞ്ഞിരിക്കുകയാണ്. വെരി ഗുഡ്. അപ്പൊ ഇനിയും നിങ്ങളെ സ്റ്റുഡന്റിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് കുറച്ചൊന്നും മാറുക, കുറെ കൂടി സീരിയസ് ആവുക. കാരണം വലിയൊരു സംഭവത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രസകരമായ എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ ഇത്ര റെസ്പെക്ട് കിട്ടുന്ന അല്ലെ മറ്റൊരു പ്രൊഫഷൻ വേറെ ഉണ്ടോ ഇപ്പോഴും എന്ന് സംശയമാണ്. സംഭവം ഇപ്പോൾ സ്റ്റൈലൊക്കെ തുടങ്ങുന്ന രീതിയായി. LKG 4th പഠിക്കുന്ന ഒരു കുട്ടി HMന്റെ തോളത്ത് കെട്ടിയിട്ട് ആഹാ നല്ല ഭംഗിയുണ്ടല്ലോ സാരി എന്നൊക്കെ ചോദിക്കുന്നൊക്കെ നേരിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് പറയാതെ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. കാരണം അത്രമാത്രം ഞാൻ ഒരു സ്കൂളിലല്ലോ വർക്ക് ചെയ്യുന്നത്. അതല്ലേ നമ്മളുടെ ഒരു വ്യത്യാസം. നമ്മളിങ്ങനെ പറന്ന് നടന്ന് ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ട് എല്ലാ ടൈപ്പ് സ്കൂൾസും ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം. അതായത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. MRS MRS മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ട്രൈബൽസ് പഠിക്കുന്ന സ്കൂൾസ് ആണ്. ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസം. അവരുടെ എംപവർമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഫുഡ്, അക്കോമഡേഷൻ, വിദ്യാഭ്യാസം ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ ഈ സ്കൂൾസ് ഒക്കെ ഉള്ളത് വില്ലുമല, കുളത്തുപുഴ, നായരങ്ങാടി, അങ്ങനെ റിമോട്ട് ഏരിയയിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്യാൻ ആരും പറയണ്ട. കാരണം അവിടെ കോളൊന്നും ചിലപ്പോൾ കിട്ടില്ല പല സ്കൂൾസിലും. പക്ഷെ നല്ല ആംബിയൻസ്, പ്രത്യേക ഒരു അന്തരീക്ഷമൊക്കെയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേറൊരു മൂഡാണ്. നല്ല രസമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള സ്കൂൾസ് മുതൽ ഗവൺമെന്റ് സ്കൂള്, എയ്ഡഡ് സ്കൂള്, ICSE, CBSE, ഇന്റർനാഷണൽ സ്കൂളുകൾ ഉൾപ്പെടെ ക്ലാസ് എടുക്കും. അപ്പൊ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്കൂളിൽ ചെല്ലുമ്പോൾ സ്വാതന്ത്ര്യം, പ്രധാനമന്ത്രി ഇങ്ങനൊന്നും എഴുതാൻ പോലും അറിയില്ല. 10th പഠിക്കുന്ന ചില കുട്ടികൾ സ്പെല്ലിംഗ് അറിയില്ല കേട്ടോ. സ്കൂളിൽ നിന്ന് പോലും എഴുതാൻ അറിയാത്ത, ഒരു രണ്ടോ ഇല്ലാത്ത കുട്ടികളുടെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുറെ കുട്ടികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ പകച്ചിങ്ങനെ ഇരിക്കും ചിലര്. എന്താണ് എന്നോട് ഇത് പറയുന്നതെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന എക്സ്പ്രഷൻസ് ഉള്ള മുഖങ്ങൾ കുറെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്റർനാഷണൽ സ്കൂളിൽ പോകുമ്പോഴാണ് ഏറ്റവും വലിയ രസം. അപ്പൊ ആ ഡിഫറൻസ് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഇപ്പൊ ക്രൈസ്റ്റ് ഇന്റർനാഷണൽ സ്കൂൾ ഉണ്ട് ട്രിവാൻഡ്രം. അത് ബ്രിട്ടീഷ് കൗൺസിലിന്റെ അഫിലിയേഷൻ ഒക്കെ ഉള്ള സ്കൂളാണ്. അവിടെ ചെന്നാൽ മലയാളം പറയാൻ പറ്റില്ല. എനിക്ക് ആ എക്സ്പീരിയൻസ് ഒന്ന് പറയാം, ഭയങ്കര രസമാണ്. അത് സ്പെല്ലിംഗ് ബി എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി പോയതാണ്. അല്ലാണ്ട് അവിടെ സ്ഥിരം ക്ലാസ് എടുക്കുന്ന ഒരാളല്ല ഞാൻ. ഒരു 1 day ട്രെയിനിങ്. അപ്പൊ I started the class at 9 o'clock. It went up to 12 o'clock. So one student came towards me and asked a doubt. Sir, what is the meaning of this word? That word was this on the chat box. Influence. So what is the meaning of this word, sir? അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്വാധീനിക്കുക. സ്വാധീനിക്കുക എന്ന് മീനിങ് പറഞ്ഞു. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞു, സർ ഹി ഡസന്റ് നോ മലയാളം. തൊട്ടടുത്തിരിക്കുന്ന ഒരു പയ്യൻ. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. Only that moment I came to know that 25% of the students are not Malayalis. They are from out of Kerala, from Tamil Nadu, Hyderabad, North India. അതായത് അവരുടെ പാരന്റ്സ് ഒക്കെ ചിലപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട്, ഗവൺമെന്റ് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ട്രിവാൻഡ്രത്ത് ചിലപ്പോൾ വന്ന് താമസിക്കുന്നൊക്കെ ആയിരിക്കാം. മൂവി സ്റ്റാർസിന്റെ അങ്ങനത്തെ ഉള്ള ആളുകളുടെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂൾസ് ആണ്. അപ്പൊ ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു സർക്കാർ സ്കൂളിൽ ചെന്നിട്ട്, പാലക്കാട് ജില്ലയിലാണ്, ഒരു ഗവൺമെന്റ് സ്കൂളാണ്. അവിടെ ചെന്നിട്ട് 10th ഒരു എക്സാമിന് വേണ്ടി തയ്യാറാനുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ക്ലാസ്സിൽ പറയുന്ന ഒരു കഥയുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ഭക്ഷണം കഴിക്കരുത്. അതായത് അല്ലെ, ഇനിയും വയറുണ്ടായിരുന്നെങ്കിൽ ഒരു പൂമ്പഴം കൂടി കഴിച്ചാനെന്ന് പറയുന്ന പോലെ വയറ് ഇത്രയൊന്നും ഭക്ഷണം കഴിച്ച് നമ്മൾ പഠിക്കാനിരിക്കരുത്, ഒന്നും തലയിൽ കയറില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് തവണ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടുന്നതല്ലേ. നിങ്ങളും ചിലപ്പോൾ ജൂനിയേഴ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. വലിയ വലിയ ടീച്ചേഴ്സൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇരിക്കുന്നത്. കുട്ടികളൊക്കെ പേടിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ ആയിരിക്കാം. ഇപ്പൊ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോ അവിടെ ക്ലാസ് എടുക്കുകയാണ്. 10th ഒരു
കുറച്ച് ഉള്ളേരിയാണ്. ഞാൻ സ്ഥലപ്പേരോ സ്കൂളിന്റെ പേരോ പറയുന്നില്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ. കുഴപ്പമുണ്ടായിട്ടല്ല, കാരണം അത്ര വലിയ സീരിയസ് സംഭവമല്ല, എങ്കിലും വേണ്ട. അപ്പൊ അവിടെ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് ടീച്ചർ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, ക്ലാസ് റൂമിലുണ്ട്, കാണുന്നുണ്ട്. ടീച്ചർ വാസ് ഒബ്സർവിങ് മൈ ക്ലാസ്. അപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കരുത്, പഠിച്ച തലയിൽ കയറില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറയുന്നത് എന്താണെന്നറിയോ? സാറേ, അതിന് ഇവർക്ക് ഭക്ഷണം ഇല്ലാത്ത കുഴപ്പമേ ഉള്ളൂ, ഭക്ഷണം കൂടിയിട്ടുള്ള കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നതിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം കേട്ടോ. വലിയ സ്റ്റൈലിൽ ഗമയിൽ പറയുന്നു, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഫുൾ ടാങ്ക് ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ആ നാട്ടില് മര്യാദയ്ക്ക് ഭക്ഷണം കിട്ടാനുള്ള വകുപ്പില്ല. അങ്ങനത്തെയൊക്കെ സ്ഥലങ്ങൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയാണ്. അതിനുശേഷം ആ കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോൾ ഞാൻ ആകെ കുറച്ചു നേരത്തേക്ക് ഐ വാസ് ടോട്ടലി ബ്ലാങ്ക്. ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു സ്പീക്ക് ടു ദം. ആകെ അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരുപാട് എക്സ്പീരിയൻസുകൾ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അസെറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജം നൽകുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെയാണ് ജനറലി പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ മറ്റേത് ജോലിയാണെങ്കിലും, ഇപ്പൊ ക്ലറിക്കൽ ജോബ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ചെയ്താലും കുഴപ്പമില്ല. ടൈപ്പ് ചെയ്താൽ മതി, ഫയൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുക. അതുപോലെ ഒരു പ്രൊഫഷൻ അല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ലൈഫിനെ നമ്മൾ ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റുന്നതിൽ വലിയ സ്വാധീനമുള്ളവരാണ് ടീച്ചേഴ്സ്. അപ്പൊ അതിനൊരു അത്രയും റെസ്പെക്ട് കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ ക്ലാസ് റൂമിലേക്ക് ചെല്ലാനൊക്കെ. അത് നമുക്ക് എന്തായാലും ആർട്ട് ഓഫ് ടീച്ചിങ്ങോ ടീച്ചിങ് സ്കിൽസോ അങ്ങനെ എന്തെങ്കിലും ബ്രിഡ്ജ് കോഴ്സിലൊക്കെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്തായാലും കൂടുതൽ സംസാരിക്കാം. മറ്റേ സ്കൂളിലെ ഒരു എക്സ്പീരിയൻസും കൂടി അത് പറയാൻ വിട്ടുപോയി, അതല്ലെങ്കിൽ ഞാൻ മറന്നു, അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ അത് ഓർമ്മ വരില്ല എനിക്ക്. ഈ കുട്ടികളെ എന്നെ ഞെട്ടിച്ചൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇംഗ്ലീഷിനൊരു പ്രത്യേകതയുണ്ട്. അവ ഇടന്ന് വായിക്കാമോ ആരെങ്കിലും? അൽക്ക, ആതിര വായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വേർഡ് ഫോട്ടോ. ഫാദർ. ഇത് മര്യാദയാണ്, നിങ്ങൾ പറയൂ. ഫാദറിന് എഫ് എന്നുള്ള ശബ്ദം വന്നു, പക്ഷെ സ്പെല്ലിംഗ് അതിന്റെ എന്താണ് ലെറ്റർ ഉപയോഗിച്ചിട്ടുള്ളത്? എഫ് ആണ്. അപ്പൊ ഫാദർ വന്നു. ഫോട്ടോയിൽ അങ്ങനെയാണെങ്കിൽ FOT വെച്ചാ പോരെ? എന്തൊരു PH വെച്ചു? സൗണ്ട് എന്താണ്? ഫ് തന്നെയല്ലേ? LAUGHTR, ലാഫ്റ്റർ. അതില് ഫ് എന്നുള്ള സൗണ്ട് ഉണ്ടാക്കിയ സ്പെല്ലിംഗ് എന്താണ്? GH. ഇതെങ്ങനെ നമ്മൾ പഠിച്ചെടുത്തു? നിങ്ങളൊന്നും ആലോചിച്ചു, ഒരു അത്ഭുതം അല്ലേ? മലയാളത്തിൽ ഇങ്ങനെ വല്ല വിഷയമുണ്ടോ? പാ എന്നുള്ളത് എവിടെയെങ്കിലും വന്ന മാന്ന് വായിക്കൂ. പപ്പടം, പറവ, അല്ലെ? മാ എവിടെ വന്നാലും മായാണ്, മാ എവിടെ വന്നാലും മായാണ്. അപ്പോ ഇംഗ്ലീഷിന് ഇങ്ങനെ ഒരു വലിയൊരു കൊണഷ്ട് പിടിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജില്. അത് നമ്മളെ അപ്പൊ ഇത് അത്ഭുതപ്പെടുത്തും. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു സയൻസ് ഉണ്ട്. അതിന്റെ പേരെന്താണ്? ഒരു ഉച്ചാരണശാസ്ത്രം പേരെന്താണ്? Phonetics. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26. A മുതൽ Z. How many sounds are there in English? Tell me. How many sounds are there? 44 Excellent. വളരെ എക്സ്പെർട്ട് ആണ്. 44 സൗണ്ട്സ് അല്ലേ? 44 സൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞാലല്ലേ ഒരു ലിസ്റ്റ് സെൻഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് വായിക്കാൻ പറ്റുമോ? Let's try to read those words. 5 words are there. English. Kite. Yes, that's it. Come on, Alka. Come Kite. Feather. Satisfaction. Driver. Very good, excellent. Unmute your loud clap. Please unmute your mic and please give her a big round of applause. Alka, please, one big clap. Very good. ഇത് നമ്മൾ പഠിക്കുന്നത് ഡിഗ്രിയൊക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ? ഡിഗ്രിയൊക്കെ ആവുന്നതിന് മുമ്പ് ഇതിന്റെ സിലബസ് ഒന്നുമില്ല. നിങ്ങൾക്കുണ്ട്, BEd-ലുണ്ട്, ടീച്ചർ ഇത് ആ കുട്ടികള് ഞാൻ അവിടെ ചെന്ന് ഹാൻഡിൽ ചെയ്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള് 9th വരെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അതിലൊക്കെ പഠിക്കുന്ന കുട്ടികള് ഇങ്ങനെ എഴുതി കാണിച്ചാൽ അവർ വായിക്കും.
I was really astounded. എനിക്കറിയില്ലായിരുന്നു അത്ര ചെറിയ പ്രായത്തിൽ ഇതൊക്കെ വായിക്കാൻ പഠിക്കും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. Then the next day I started giving training to my son in 4th. കേട്ടോ, ആൾക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളും നമ്മുടെ സ്കൂളിൽ, മറ്റൊന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഈ സ്റ്റൈലിൽ പറയാനും കൂടി പറ്റണം. നമുക്ക് എക്സാമിന് മാർക്ക് വാങ്ങലായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. അപ്പോ അതിനോടൊപ്പം ഈ ഒരു സ്റ്റൈലില് ഇംഗ്ലീഷിന്റേതായ ഒരു ഭംഗിയുണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്കാണ് വരുന്നത്, അതുകൊണ്ട് ഡീറ്റെയിൽ പറയാം. സോ start our English class. Before starting my session, I request you to give a self-introduction. I ask Miss Aparna. Aparna, can you give us a very small self-introduction? English, just pettannu, because you didn't expect this. Yes, your name. My name is Aparna. English. I am coming from Muthavandam. Sir, is it audible? Yes. Sir, is it audible? Yes. My name is Aparna. I am coming from Muthavandam. I completed my PG from Pondicherry Central University in mathematics, and I completed my UG from St. Joseph's College, Irinjalakuda. And today I am here to join my B.Ed course, and my passion is to become a teacher, so I am here. That's all, sir. Enough. Excellent. Very good. Steffi James. Steffi, can you give us a... Hello, sir. Yes. Myself, Steffi James. I have completed my post-graduation from CMS College, Kottayam, and graduated from Alfonso College, Pala. I'm staying in Kattupana. It's my hometown. And we have 4 members in my family. And I am a passionate learner of English language. And that's all. Thank you. Wow, great. You speak very good English. Very nice. Your accent is super. Your confidence level is very high. I appreciate it. Congratulations. Then who else? From boys? Thank you, sir. Boys കുറെ പേരുണ്ടായില്ല. ആരുടെയും ബോയ്സിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വളരെ സന്തോഷം. കാരണം സ്കൂളിൽ അധ്യാപനം എന്ന് പറയുന്നത് ലേഡീസിന്റെ കുത്തകയാക്കി മാറ്റി വെച്ചേക്കല്ലേ നിങ്ങൾ എല്ലാവരും. മാഷന്മാരെ പൊതുവെ വളരെ കുറവേ കാണാറുള്ളൂ. സോ ഐ റിക്വസ്റ്റ് എനി ബോയ് ടു സ്പീക്ക് അബൌട്ട്. who else? കുറച്ച് പേരുണ്ടായിരുന്നു. അജിത്തോ ആരെയൊക്കെ കണ്ടല്ലോ, ഇപ്പൊ എല്ലാവരും ലെഫ്റ്റ് ചെയ്ത് പോയാ. Hello, sir. Yes, Ajit. Yes, sir. My name is Ajit. I'm coming from Alappuzha. Hello. Yes. Am I audible, sir? Yes, audible. Hello. Carry on. Go ahead. So, I did my graduation from ST College, Alappuzha in English, and I completed my post-graduation from St. Albert's College, Kochi. That's all about me. Okay, fine, Ajit. So very good. So where do you stay now? Alappuzha? Alappuzha, sir, near Ambalappuzha. Ambalappuzha. The exact place is Thottappally. Okay. It's 6 kilometers away from Ambalappuzha. Okay, fine. So, good. I have students from Ambalappuzha. In my online training, there are students from Ambalappuzha. Okay, sir. So one more introduction I would like to get on the group at the moment. So who it will be? Adira, are you okay? Okay. Audible, sir? Yes. Myself, Adira. I am coming from Kodagara. I completed my post-graduation from UC College, Aluva. I completed my UG from St. Joseph College, Irinjalakuda. Okay, sir, that's all. What do you want to become like in your life, Adira? What's your dream? I like to become a teacher. That's why I joined B.Ed. Where do you want to work? In Kerala or out of Kerala? I am a former Navodaya student. Because of that, I want to teach in Navodaya.
Oh, fine. My God. Very good. I'm very lucky to have such a group in the early time of this day. Very good. Very vibrant children are sitting. Very good. Fine, fine. So you'll be a teacher. Very good. You'll become Thank you, sir. very soon. Very good. Then, okay, fine. So we'll get on to the topic, how to improve our English. നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് നാട്ടിലെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മൈ ടോപ്പിക് ഈസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നോട്ട് യുവർ സബ്ജക്റ്റ് ഇംഗ്ലീഷ് കേട്ടോ. നിങ്ങൾ പഠിക്കാനുള്ളൊരു സബ്ജക്റ്റ് ഉണ്ട്, അതല്ല നമ്മളുടെ ടോപ്പിക്. സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ സ്ക്രീൻ. Fine. I think you can see the screen now. Yes, sir. Yes, you can see confidence in English speaking. So I'll tell you the importance of this language at present in our state. English teaching in ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ B.Ed സർട്ടിഫിക്കറ്റ് കൂടാതെ നിങ്ങൾക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ആണ് the fluency in English, because parents are very much worried about the quality of their students. I mean, their English quality. How do they speak in English? How do they communicate in English? That is a prime concern of the parents in our state. അതുകൊണ്ടാണ് മലയാളം മീഡിയം ക്ലാസ്സുകളുടെ എണ്ണം ഓരോ വർഷവും സ്കൂളുകളിൽ കുറഞ്ഞു വരുന്നു. ഇംഗ്ലീഷ് മീഡിയം ഡിവിഷനുകൾ കൂടി പേരിന് ഒരു ഡിവിഷനൊക്കെ പല സ്കൂൾസിലും ഉള്ളൂ. ഹലോ ഇംഗ്ലീഷ് പോലുള്ള പ്രൊജക്റ്റുകൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ നടപ്പിലാക്കി തുടങ്ങി. വേറെ കാര്യമായ ക്വാളിറ്റി ഇല്ലെങ്കിലും ഇംഗ്ലീഷിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് പല സ്കൂളിലും ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും നമ്മൾക്ക് ആയി തുടങ്ങി. സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യു ഷുഡ് നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദിസ്. You should have the fluency, at least you should have the confidence to communicate in this language. So how can we improve that confidence? How can we be a confident communicator in English? That is the topic we are going to discuss for the next couple of minutes. My name is, I have already told, Rajesh Subramanian, and my name, I mean the name of that academy is Add-on English. As I told you, our topic is communicative English or spoken English. നമ്മൾ സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷാണ് നമ്മളുടെ വിഷയം. കാരണം ഇത് രണ്ടും നിങ്ങൾ കൺഫ്യൂസിങ് ആവാൻ പാടില്ല. ഇംഗ്ലീഷ് സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറെ ഗ്രാമർ വരുന്നുണ്ട്, തെറ്റ് പറ്റാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ റൂൾസ് ഉണ്ട്. പക്ഷെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, I'll tell you in simple words. If I say something to you, if I say something to Adira and whatever I wanted to convey, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആതിരയ്ക്ക് മനസ്സിലായി. ആ സമയത്ത് കേട്ട് നിൽക്കുന്ന മറ്റൊരാൾ, സ്റ്റെഫിയോ അങ്ങനെ ആരെങ്കിലും വന്നിട്ട് പറയുന്നു, സാർ ഉപയോഗിച്ചത് അവിടെ വുഡിന് പകരം കുറച്ചും കൂടി നല്ലത് വില്ലായിരുന്നു, അതായിരുന്നില്ലേ ശരി എന്നൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് there is no right. അങ്ങനെ ഒരു റൈറ്റ് ഒരാൾക്കും ഈ ലോകത്തിലില്ല. ബിക്കോസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഓർ സ്പോക്കൺ ഇംഗ്ലീഷ് ഈസ് നോട്ട് ലോ റെഗുലേറ്റഡ്. We can make number of mistakes. There is only one rule. അവിടെ ആകെ ഒരു നിയമമേ ഉള്ളൂ. പറയാൻ ഉദ്ദേശിച്ച കാര്യം ഈസ് ഈക്വൽ ടു മനസ്സിലായ കാര്യം. അതിൽ ചിലപ്പോൾ നമ്മൾ ഡു ഉപയോഗിക്കാതിരിക്കും. അതാണ് സ്പോക്കൺ. അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ വരില്ല. ദിസ് ഈസ് എൻ എക്സ്പീരിയൻസ് ആക്ച്വലി. Communicative English is not teachable, not learnable. We have to experience that. That is the theory what I believe. കേട്ടോ, ഇതിങ്ങനെ പഠിക്കേണ്ടുന്നൊന്നല്ല ശരിക്കും. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടുന്ന ഒന്നാണ്. നീന്തലറിയുമോ എന്ന് ചോദിക്കുന്നതും പുഴ നീന്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. If you ask someone, can you swim? Do you know how to swim? They will say, yes, I'm okay, I'm ready to swim. I can എന്ന് പറയും. പക്ഷെ ഒരു പുഴ നീന്തിക്കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൈ പൊക്കുന്നവർ അല്ലെങ്കിൽ യെസ് പറയുന്നവർ വളരെ കുറവായിരിക്കും. അവരൊരിക്കലെങ്കിലും പുഴ നീന്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. Then only we can say that I can swim across the river, right? The same way about spoken English, we have to experience this. We should have the experience communicating this language with someone. നമുക്ക് ആരെങ്കിലുമായിട്ട് സംസാരിച്ചുള്ള ഒരു പരിചയം വരുമ്പോഴാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുക. സോ ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നമ്മൾ ഇംഗ്ലീഷിനെ നിങ്ങൾ ഇംഗ്ലീഷ് ഇഷ്ടമാണോ നിങ്ങൾക്ക്?
Do you like English? Yes, sir. Yes, sir. നിങ്ങൾ ഇംഗ്ലീഷിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്? How do you like English? നിങ്ങൾ ഇംഗ്ലീഷിനെ ഇഷ്ടപ്പെടുകയാണോ അതോ can you brief that? Can you describe that? How do you love English, Adira? What do you feel when you speak in English? Or what is your attraction towards this language? It's a global language. Yes. If we are trying to communicate to non-natives of Kerala, it will be very helpful for them to know in English. If we communicate in English, it will be very helpful for them. And also, Okay, good. That's fine. See, I like English. I love English. I love English. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞു. ഞാനൊരു സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന കാര്യം. സ്കൂളുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ വലിയൊരു സ്കൂളുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത, അറൌണ്ട് 86 സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ വൺ ക്ലാസ്. ഒരു ക്ലാസ്സിൽ 86 കുട്ടികളുണ്ടാവും. ഗേൾസ് ആണ്, ഫുൾ ഗേൾസ് ആണ്. അങ്ങനെയുള്ള 6 ഡിവിഷനൊക്കെ ഉണ്ടാവും. സോ മൈ ഫസ്റ്റ് ഡേ when I introduced myself, I told them, ഞാനിങ്ങനെ നിങ്ങളുടെ ഒരു പുതിയൊരു ട്രെയിനർ ആണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് മുതൽ പ്രേമിക്കാം എന്നാണ് പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സിലെ ഇൻട്രൊഡക്ഷൻ എന്ന്. അപ്പൊ ഇത് കുട്ടികൾക്ക് മനസ്സിലായില്ല ഇത് എന്തിനെ കുറിച്ചാണ് പറയാൻ വരുന്ന ഒരു ഐഡിയ ഇല്ല അവർക്ക്. They had no idea about that, what class I am going to take. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് മുതൽ പ്രേമിക്കാം എന്ന് പറഞ്ഞപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും. പ്രേമിക്കാന്നൊക്കെ ഒരാൾ വന്നിട്ട് പറയുന്നു, ഇവരാകെ മുഖത്തൊക്കെ എന്തോ പോലെ. നല്ല ഡിസിപ്ലിനുള്ള സ്കൂളാണ്, കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അതിൻ്റെ ഇടയിൽ ഒന്ന് പ്രേമിക്കാന്നൊക്കെ കുറെ മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാവരും ഭയങ്കര കയ്യടി, ആഹാ ഈ മാഷ് എവിടെയായിരുന്നു ഇത്രയും കാലം, എങ്ങനെയൊക്കെയുള്ള കമന്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര ബോർഡിൽ പോയിട്ട് ലവിന്റെ ചിഹ്നമൊക്കെ വരച്ച് കാണിച്ചു. അവർ പറഞ്ഞു അങ്ങനെയല്ല മാഷ, അവിടെ ഇങ്ങനെ ഒരു അവർ ആരോട് മാഷ എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ചെയ്തിരുന്നു. ഭയങ്കര ബഹളം. എന്നിട്ട് ഞാൻ പറഞ്ഞു എന്തിനെ, ഇത് ബ്രാക്കറ്റിൽ എഴുതി ഇംഗ്ലീഷ്. അപ്പൊ ഒരു അയ്യേ ഇത് പറയായിരുന്നു ഇയാൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതെന്നായി. ഇതിന്റെ തിയറി ഇത്രയേ ഉള്ളൂ, ഇതിന്റെ സൈക്കോളജി ഇത്രയേ ഉള്ളൂ. ഇഫ് വി ലവ് സംവൺ വാട്ട് വിൽ ഹാപ്പൻ, വാട്ട് വിൽ ബി അവർ വാട്ട് യു കോൾ, നമ്മളുടെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും. പ്രേമിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലെ. നമ്മളൊരാളെ പ്രേമിക്കുമ്പോൾ എപ്പോഴെപ്പോഴും കാണാൻ തോന്നും, കണ്ടില്ലെങ്കിൽ വിഷമാവും, മണിക്കൂറുകളോളം സംസാരിച്ചിരിക്കുക, സമയം പോണതറിയില്ല. എന്താണ് മറ്റേ കാതൽ ദിനത്തിലൊരു പാട്ടുണ്ട്, എന്താണ് ഒരു നീ എൻ്റെ അടുത്തിരിക്കുമ്പോ ഒരു യുഗം പോലും എനിക്കൊരു നിമിഷം പോലെ തോന്നുന്നൊക്കെ തോന്നുന്ന പോലെ തന്നെ പ്രണയത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ലവ്. അപ്പൊ അതുപോലെ നമ്മൾ ഈ ഭാഷയെ പ്രണയിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിനോടൊരു ഭയങ്കര ഒരു ഇഷ്ടം വരും. പിന്നെ നമ്മൾ കേൾക്കുന്നതും പറയുന്നതും കാണുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ലാംഗ്വേജ് ആയിട്ടൊക്കെ മാറും. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിനോട് വലിയൊരു ഇഷ്ടം നമ്മൾ പുലർത്തുക. അപ്പോൾ ഇത് ട്യൂണിങ് ആയിട്ട് വരും. സോ അപ്പൊ അതിൽ കോംപ്രമൈസ് ചെയ്യരുത് കേട്ടോ. you should be very conscious about that, about your speaking skills in English. നമ്മൾ കുട്ടികളായിട്ട് ഇടപഴകുമ്പോൾ പലയിടത്തും ശ്രദ്ധിച്ചു തുടങ്ങിയത് നമുക്ക് അവരായിട്ട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഫ്ലുവൻസിയുടെ 2 സൈഡ്സ് പറഞ്ഞുതരാം. ദ ഫസ്റ്റ് വൺ ഫിസിക്കൽ. നമുക്ക് വി ആർ ഫെമിലിയർ വിത്ത് what you call മലയാളം വേർഡ്സ്. നിനക്ക് വിശക്കുന്നു, നീ അവിടെ പോകുന്നു, നിനക്ക് തലവേദന എടുക്കുന്നുണ്ടോ, നീ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല, സോ വന്നില്ല, പോയില്ല, പറഞ്ഞില്ല, വിശക്കുന്നു, വനിക്ക് വയ്യ, ഇങ്ങനെയുള്ള വേർഡ്സ് ആണ് നമ്മുടെ മൗത്ത് ഓർഗൻസ് ഫെമിലിയർ ആയിട്ടിരിക്കുന്നത്. സോ ദാറ്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ്. ദാറ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ പാർട്ട് ഓഫ് ഫ്ലുവൻസി. അപ്പൊ നമ്മൾ പറയുമ്പോൾ സേ വെൻ ഐ വാസ് ഇൻ ബാംഗ്ലൂർ, ഐ വാസ് അറ്റൻഡിങ് ആൻ ഇന്റർവ്യൂ, ഐ വാസ് സിറ്റിംഗ് വിത്ത് മൈ ഫ്രണ്ട്. അപ്പോൾ വെരി നെക്സ്റ്റ് ടു ദാറ്റ് ഫ്രണ്ട് വൺ ലോക്കൽ ബാംഗ്ലൂരിയൻ വാസ് ദേർ. He was saying like this. I asked the interview board, when will you let me know? ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു, when will you let me know? When will you let me know? ഞാൻ ആദ്യമായിട്ടാണ് അന്നാണ് സംഭവം കേൾക്കുന്നത്, when will you let me know. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്, ഇയേഴ്സ് ബാക്ക്. കുറെ വിൻഡോസ് ഓപ്പൺ ആയി കിടക്കുന്നതുകൊണ്ട് ടാബ് അടിച്ച് പോകുമ്പോൾ സമയം എടുക്കുന്നു, എവിടെയാണ് ഒരു പിടുത്തം കിട്ടുന്നില്ല. ശരി, when will you let me know? ഇത് കേട്ട വശം ഞാൻ വളരെ എക്സൈറ്റഡ് ആയി. നല്ലൊരു പ്രയോഗം, നല്ല ഭംഗിയുണ്ട്. ഞാൻ പിന്നെ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇന്റർവ്യൂ സ്പോട്ട് മുതൽ നമ്മൾ ഫ്ലാറ്റിൽ എത്തുന്നത് വരെ അത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്.
വെൻ വിൽ യു ലെറ്റ് മീ നോ, വെൻ വിൽ യു ലെറ്റ് മീ നോ, വെൻ വിൽ യു ലെറ്റ് മീ നോ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വാക്കുകൾ നമ്മളുടെ വായിൽ നല്ല ഭംഗിയായിട്ട് വരാൻ പറ്റണം. പലർക്കും ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ ഇംഗ്ലീഷ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ടു ബി ഫ്രാങ്ക് ഐ ആം ടെല്ലിങ് യു, അത് പോരായ്മ ഉണ്ടെങ്കിൽ പറയാൻ എനിക്ക് മടിയുള്ള ഒരാളും അല്ല. പക്ഷെ നിങ്ങളുടെ ഇംഗ്ലീഷ് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. അത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇംപ്രസ്ഡ് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴാണ് അത് അറിയുക, വ്യത്യാസം അറിയാം. സോ വെൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഇഫ് ദേ ആസ്ക് വിച്ച് പാർട്ട് ഓഫ് കേരള യു ആർ ഫ്രം, നിങ്ങൾ കേരളത്തിൽ എവിടെ നിന്ന് വരുന്നു എന്നൊരാൾ ചോദിച്ചാൽ പറയുന്നത് മനസ്സിലാവുണ്ട്. നമ്മളുടെ ഇംഗ്ലീഷ് കേട്ടിട്ട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ കേരളത്തിൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു, മാനം പോയി. അപ്പോ ചിലര് ഇംഗ്ലീഷ് പറയുമ്പോ കേരളത്തിൽ നിന്ന് എവിടെ നിന്നല്ല, തൃശ്ശൂരിൽ നിന്ന് എവിടെ നിന്നാന്ന് ചോദിക്കും. തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾ എവിടെ നിന്ന് ഇംഗ്ലീഷ് കേട്ടിട്ട്, അപ്പൊ വേർ ഈസ് യുവർ ഗോയിങ്, അങ്ങനെയൊക്കെ ചോദിക്കും നമ്മൾ. വാട്ട് ഈസ് യുവർ നെയിം, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് പറയുക MTI. MTI എന്നാണ് അതിന് പറയാ. MTI മീൻസ് മദർ ടങ് ഇൻഫ്ലുവൻസ്. മദർ ടങ് ഇൻഫ്ലുവൻസ് നമ്മുടെ ഭാഷയിൽ വരാൻ പാടില്ല. അപ്പൊ അതാണ് ഒരു ഫിസിക്കൽ പാർട്ട്. നമ്മളുടെ വായിലൂടെ ഈ വാക്കുകൾ, യുവർ മൗത്ത് നീഡ്സ് ടു പ്രൊഡ്യൂസ് ആൻഡ് കണക്ട് ഇംഗ്ലീഷ് സൗണ്ട്സ് ഇൻ എ ഫാസ്റ്റ് സ്മൂത്ത് വേ. പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് ഹാവ് എ സിറ്റുവേഷൻ ഇൻ കേരള ടു സ്പീക്ക് ഇൻ ദിസ് ലാംഗ്വേജ് വിത്ത് സം വൺ. നമുക്കൊരു നോർമലി നമ്മൾ ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ, വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് എന്നൊന്നുമല്ല വെയിറ്റേഴ്സ് വന്നിട്ട് ചോദിക്കുന്നത്. ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ അവരെടുത്ത് അവർ നമ്മളോട് ചോദിക്കുക വെർ വുഡ് യു ലൈക്ക് ടു ഗോ സർ എന്നല്ല അവർ ചോദിക്കുക, എവിടേക്കാ പോകേണ്ടതെന്നാ ചോദിക്കുക. സി, അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമുക്ക് നോർമലി ഇത് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അതിന്റെ അല്ലാതെ നോളജിന്റെ ഒരു വിഷയമേ അല്ല നമുക്ക് മലയാളികൾക്ക് പറ്റിയിട്ടുള്ളത്. വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, ക്വാളിഫൈഡ് ആണ്, ബട്ട് സ്റ്റിൽ വി ഹാവ് നോ കോൺഫിഡൻസ് ഇൻ ദിസ് ലാംഗ്വേജ്. നമുക്ക് ഇതിൽ സംസാരിക്കേണ്ടി വരുമ്പോഴാണ് കോൺഫിഡൻസ്. അപ്പൊ ഫിസിക്കൽ പാർട്ട് ശ്രദ്ധിക്കുക, അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ. ടങ് ട്വിസ്റ്റർ പ്രാക്ടീസ് പോലുള്ള, പബ്ലിക് സ്പീക്കിംഗ് പ്രാക്ടീസ് പോലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ B.Ed കോഴ്സിന്റെ ഭാഗമായിട്ട്, ഇപ്പൊ 2 years ആണല്ലോ കോഴ്സ്, you have ample time for this practice, so never ever move away from this, take time. About physical part, pinonu mental part. The brain needs to find the right words and build English sentences quickly and smoothly. നമുക്ക് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, that is Malayalam, that is our Malayalam. ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. But when we say that same sentence in English, how it will come? I play cricket. ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട് എന്നുള്ളത് ഇംഗ്ലീഷിൽ വന്നപ്പോൾ ഐ പ്ലേ ക്രിക്കറ്റ് ആയി. ക്രിക്കറ്റ് അവസാനത്തേക്ക് വന്നു. ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടെന്നല്ല, ഐ പ്ലേ ക്രിക്കറ്റ് ആണ്. പ്ലേ ആദ്യം വരുന്നുണ്ട്. ഈ ഒരു ട്വിസ്റ്റിങ്, ജംബ്ലിങ് വന്നിട്ടുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഐഡിയ മനസ്സിൽ വരുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രോസസ്സ് കുറച്ച് ഫാസ്റ്റ് ആവേണ്ടതുണ്ട്. നമ്മൾ കുറെ നേരം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നോർമലി അത് വരും. ദാറ്റ് ഈസ് എ പ്രാക്ടീസ്, എ ഡെയിലി പ്രാക്ടീസ്. ഇറ്റ്സ് ലൈക്ക് എൻ എക്സസൈസ്. നമ്മൾ കാലിനും കൈക്കും കൊടുക്കുന്ന വാമപ്പ് എക്സസൈസ് പോലെ നമ്മൾ സ്പീച്ച് ചെയ്യുമ്പോൾ കുറെ കഴിയുമ്പോൾ നമ്മൾ ട്യൂൺഡ് ആവും. Okay, so your brain needs to find the right words and build English sentences quickly and smoothly. കുറെ നേരം ആലോചിച്ചിട്ട് പറയേണ്ട സാഹചര്യം നമുക്ക് കിട്ടുന്നില്ലല്ലോ. How to improve English? ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ കുറച്ച് ഭാഗങ്ങൾ പറയാം. ഇതൊക്കെ മിക്കവാറും നിങ്ങൾ കേട്ട് പല സ്ഥലത്തായിട്ട് കേട്ട് പരിചയമുള്ള കാര്യങ്ങളൊക്കെ തന്നെ, പുതുതായിട്ടൊക്കെ ഉള്ളത് കാര്യമായിട്ടൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷെ ഒരു റിമൈൻഡിങ് ഇതായിട്ട് ടോക്കായിട്ടൊക്കെ ഇതിനൊക്കെ ഉണ്ടാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി മനസ്സിൽ അതൊന്ന് ഉറച്ചു കിട്ടും. Observe how others talk. Observe how others talk. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഇംഗ്ലീഷ് കേൾക്കാനിടയായാൽ കറക്റ്റ് ഒബ്സർവ് ചെയ്യത് അവരെങ്ങനെയാണ് ഇത് പറയുന്നത്. എനിക്കത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പല സ്ഥലത്തും വർക്ക് ചെയ്യുമ്പോൾ. ഇംഗ്ലീഷിനൊരു പ്രത്യേകത മറ്റൊന്നുള്ളത്, പലരുടെ ഇംഗ്ലീഷ് ഇപ്പൊ നിങ്ങൾ 4-5 പേര് ഇംഗ്ലീഷ് പറഞ്ഞു, നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ഭംഗിയും നിങ്ങൾ ആ വേർഡ്സ് കണക്ട് ചെയ്യുന്ന രീതി പോലും ഡിഫറെന്റ് ആണ്. നിങ്ങളതിനിപ്പോ മറ്റ് മീറ്റിങ്ങുകൾ, പ്രോഗ്രാമുകൾ, നിങ്ങളുടെ സെമിനാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ യു ക്യാൻ എക്സ്പീരിയൻസ് ദിസ്. If 5 people are there, 5 members are there, or participants are there, if they all are speaking only in English, 5 different English you can get there. Generally സെയിം ആണ് എങ്കിൽ പോലും അവർ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങള്, ചിലര് വല്ലാണ്ട് എന്താ പറയാ, ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉണ്ട് ഇംഗ്ലീഷിൽ. വലിയ പാടാണ് അത് മനസ്സിലാക്കാൻ. ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മലയാളത്തിൽ ആദ്യം പറയാം ഫിഗറേറ്റീവ് ലാംഗ്വേജ്. പ്ലെയിൻ ലാംഗ്വേജ് ഉണ്ട്, ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉണ്ട്. പ്ലെയിൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തോമസ് ഊട്ടിയുടെ റിസൾട്ട് വന്നു, തോമസ് ഊട്ടി എക്സാമിൽ തോറ്റു.
അപ്പൊ തോമസ് കുട്ടിയുടെ അപ്പനെ കണ്ടപ്പോ സംസാരിച്ചപ്പോ അവർ പറഞ്ഞു തോമസ് കുട്ടിയുടെ റിസൾട്ട് വന്നു, പക്ഷെ അവൻ തോറ്റു. ആര് പറയുന്നു? തോമസ് കുട്ടി എന്ന് പറയുന്ന പയ്യന്റെ അപ്പം പറയുന്നു അവൻ തോറ്റു. പക്ഷെ അതേ കാര്യം തോമസ് കുട്ടിയുടെ അങ്കിളിനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സാഹിത്യത്തിലൊക്കെ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം പറയുന്നു തോമസ് കുട്ടിയുടെ റിസൾട്ട് വന്നു, ഭാഗ്യലക്ഷ്മി അവനെ കടാക്ഷിച്ചില്ല. ഇതാണ് ആള് പറയുന്നത്. ഇത് രണ്ടും ഏതാണ്ടല്ല, രണ്ടും സെയിം ആണ്. പക്ഷെ ഇദ്ദേഹം പറയുന്ന ഭാഷ മാറി. ദാറ്റ് ഈസ് കോൾഡ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ചിലർ ഇങ്ങനെ മാത്രം സംസാരിക്കും. ഇഡിയംസ് ഒക്കെ ഒരുപാട് ഉപയോഗിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഐ സ്മോക്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഡോണ്ട് ലെറ്റ് മീ ഡൗൺ, ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രയോഗങ്ങൾ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ് നല്ലൊരു ആശയവിനിമയം നടത്തുന്ന ആളുടെ ലക്ഷണങ്ങൾ. സോ ഐ ഓൾവേസ് ഫോക്കസ് ഓൺ ദാറ്റ്, ഹൗ ഐ ക്യാൻ കൺവിൻസ് അതർ പീപ്പിൾ in this language. Whatever language I use, it should be very transparent and clear. They should be able to understand what I am speaking. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് ആണ്. ഞാനൊക്കെ പൊതുവെ ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ പോലും ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നപ്പോൾ അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചതിനേക്കാളും കഷ്ടപ്പെട്ട് പഠിച്ച ഫ്രഞ്ചുകാരും പോളണ്ടിലുള്ളവരൊക്കെ സംസാരിക്കുന്നത് നമ്മളെക്കാൾ കഷ്ടപ്പെട്ടാണ്. ഹൗ ക്യാൻ ദേ അണ്ടർസ്റ്റാൻഡ് അവർ ഇംഗ്ലീഷ്? സോ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആക്സെന്റും ന്യൂട്രൽ ആയിട്ടുള്ള ടോക്കും ഒക്കെയാണ് ഇപ്പൊ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്തായാലും മറ്റുള്ളവർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. ടോക്ക് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ട് ഇതിപ്പോ ലിസണിങ് കിട്ടുന്നുണ്ട്. മറ്റുള്ളവർ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വി ആർ ഗെറ്റിംഗ് ദ ലിസണിങ് വെരി പെർഫെക്റ്റ്ലി. വി എൻജോയ് ദറ്റ് ലാംഗ്വേജ്. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ട്രൈ ടു സ്പീക്ക് വിത്ത് അതേഴ്സ് ഇൻ ദിസ് ലാംഗ്വേജ്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നു, വെൻ വിൽ യു ലെറ്റ് മീ നോ, അതേപോലുള്ള കുറെ പ്രയോഗങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ മൂവീസ് ഒക്കെ കാണുമ്പോൾ കിട്ടും. ഹോൾഡ് യുവർ ഹോഴ്സസ്. ഒരാള് വാതിലുമിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ പറയുന്നു ഹോൾഡ് യുവർ ഹോഴ്സസ്, ഹോൾഡ് യുവർ ഹോഴ്സസ്. ഇതൊന്നും നമുക്ക് ബുക്സിൽ നിന്നും ഒരുപാട് കിട്ടും. അതാണ് എവിടെ നിന്നൊക്കെ എന്തൊക്കെ സാധ്യതകളുണ്ടോ അതൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കണം. പിന്നെന്താണ്, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്, അല്ലെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ് ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. പക്ഷെ അതിന് കുറേം കൂടി നല്ലൊരു പ്രയോഗം ഒരു ബോംബെക്കാരിയായിട്ട് ഒരു ട്രെയിനിങ് പങ്കെടുത്തപ്പോൾ ആള് പറഞ്ഞൊരു പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആളിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. Up to the best of my ability, I will try to come there. I will try to attend the program. Up to the best of my ability. അത് ഒരു പ്രത്യേക ഒരു പ്രയോഗമാണ്. നല്ല ഭംഗിയുണ്ട് അത് കേട്ടപ്പോൾ. Up to the best of my ability. അപ്പോൾ ഇത് മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ അത് കിട്ടുള്ളൂ. ടോക്ക് വിത്ത് അതേഴ്സ്. ടോക്ക് ടു യുവർ സെൽഫ്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ തന്നെ പറയും, ഐ എം വെരി ഹംഗ്രി, വെർ ക്യാൻ ഐ ഗെറ്റ് സം ഫുഡ്, വെൻ ക്യാൻ ഐ മീറ്റ് മൈ ഫ്രണ്ട് ആതിര, വിൽ ഷീ അവൈലബിൾ ടുമോറോ എന്നൊക്കെ നമ്മൾ തന്നെ ഈ തോട്ട്സ് ഒക്കെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ലൊരു പ്രാക്ടീസ് ആണ്. ടോക്ക് ടു യുവർ സെൽഫ്. നെക്സ്റ്റ്, വാച്ച് TV. അതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ. നമുക്കിപ്പോൾ എല്ലാ ചാനൽസും മൊബൈലിലും കാണാനുള്ള സൗകര്യമായപ്പോൾ എളുപ്പമായി. വാച്ച് TV. എന്തൊക്കെയാണ് ആതിര കാണുന്ന ചാനൽസ്, TV പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ്? സ്ക്രീനിൽ എനിക്ക് വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. TV അങ്ങനെ കാണാറില്ല. വാവ്, ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ TV ഇഷ്ടമല്ല എന്ന് പറയാം. ടിവിയില് വീട്ടില് കൂടുതലും വെക്കുന്നത് സീരിയലാണ്, അപ്പൊ അതുകൊണ്ട് കാണാറില്ല. അത് നന്നായി, വളരെ അനുഗ്രഹമായത്. എന്തായാലും പിന്നെ വേറെന്ത് പ്രോഗ്രാമാണ്? വേറെന്ത്? സോ ഹൗ ഡു ഓക്കെ, ലെറ്റ് മീ കം ടു സീതുമോൾ അല്ലെ. സീതുമോൾ, ആർ യു ദേർ? യെസ് സർ. Seedumol, how do you spend time? How do you spend your time at home? I watch series and movies, and the motive of that is to like betterment of English. I do watch too much movies, but they are all of English and other languages. But I just read the subtitles, and that helped a lot to me just to get improvised in my language, and that's it. Wow, very nice. Very genuine talk I am getting from you. So next, Devika. Devika Rajendran ആണ്. Devika Rajendran. TV കാണുന്നത് കുറവാണ്. ഫോണിലുള്ളതുകൊണ്ട് TV കാണൽ കുറവാണ്. ഫോണില് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇംഗ്ലീഷിൽ കാണാറുണ്ട്. കാണാറുണ്ട്. ടിവിയിൽ കാണാറില്ല, കുറവാണ് കാണുന്നത്.
ഓക്കെ അതാണ് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് വാച്ച് ടി വി എന്നുള്ളത് ഇന്നിപ്പോ ഓപ്ഷൻസ് മാറിയിട്ടുള്ളതുകൊണ്ട് വേറെയും ഓപ്ഷൻ ഉള്ളതുകൊണ്ട് യു ഡോണ്ട് നീഡ് ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടി വി. യു ക്യാൻ ഗെറ്റ് ഓൾ ദ പ്രോഗ്രാംസ് ഓൺ യുവർ സ്ക്രീൻ. സ്മാർട്ട് ഫോൺ നമുക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. സോ യു ക്യാൻ വാച്ച് ദാറ്റ്. കേട്ടോ, വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതിന്റെ ഓഡിയോ ആയ പോലും വീഡിയോയുടെ ഒപ്പം കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓഡിയോ മാത്രമേ BBC ന്യൂസ് ഒക്കെ കേൾക്കുന്ന ഒരു ശീലമുണ്ട്. BBC ന്യൂസ് റേഡിയോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. BBC റേഡിയോ അതിന്റെ ആപ്പ് ഉണ്ട്. അല്ലെങ്കിൽ ഓഡിയോ മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യ റേഡിയോന്റെ ആപ്പ് ഉണ്ട്. വി ക്യാൻ ഡൗൺലോഡ് ദാറ്റ്. എന്നിട്ട് അതിൽ ഓഡിയോ മാത്രം നമുക്ക് കേൾക്കാം. അതിൽ ഈ പറയുന്ന ലിസണിങ് നമുക്ക് കിട്ടും. അതാണ് ഇതിൽ ഉദ്ദേശിച്ചത് കേട്ടോ. പക്ഷെ കുറച്ച് വിഷ്വൽസ് ഉള്ള ഇപ്പൊ ടോക്ക് ഷോ, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഡിബേറ്റ്, ഇത്തരം പ്രോഗ്രാംസ് കാണുമ്പോൾ അതിന് വേറൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അതിനാണ് ഞാൻ ടി വിന്ന് ഉദ്ദേശിച്ചതിന്റെ ഒരു ഭാഗം അതാണ്. ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ അതിൽ അവരുടെ ബോഡി ലാംഗ്വേജ്, അവരത് പ്രസന്റ് ചെയ്യുന്ന രീതി, അത് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം ലാംഗ്വേജും കിട്ടുന്നുണ്ട്. ഹൗ അഗ്രസീവ് ദേ ആർ, ഹൗ കോൺഫിഡന്റ് ദേ ആർ, what all different type of words are coming out of their mouth. All these things we can enjoy when we watch such programs. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് കുറച്ച് സമയം ഇംഗ്ലീഷിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇപ്പൊ ടി വി കാണാത്ത ശീലമുള്ളവർ ദയവ് ചെയ്ത് ആ ശീലം തുടങ്ങണ്ട. ഐ എം നോട്ട് ആസ്കിങ് യു ടു സ്റ്റാർട്ട് ദാറ്റ് ഹാബിറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്. ഇൻസ്റ്റെഡ് യു ക്യാൻ വാച്ച് ഇംഗ്ലീഷ് പ്രോഗ്രാംസ് ടു ഇംപ്രൂവ് യുവർ. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആ ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല പ്രോഗ്രാംസ് ഉണ്ട്. ഹാർട്ട് ടോക്ക് ഉണ്ട് BBC-ൽ. ഹാർട്ട് ടോക്ക് ഒരു ടേബിൾ രണ്ട് സൈഡിൽ രണ്ടാളുകൾ ഇരുന്നിട്ട് ചെയ്യുന്നതാണ്. അതിലൊക്കെ ക്ലാരിറ്റി അൺബിലീവബിൾ ആണ്. They are native speakers. Their English is different from ours, but we can understand whatever they talk in their language. അത്ര സിമ്പിൾ ആണ്. അതിന്റെ ഒരു ഇൻഫ്ലുവൻസ്. See, when I am speaking in Malayalam, what Malayalam I am speaking? ഞാൻ തിരുവനന്തപുരത്തുള്ള ഇപ്പൊ അജിത്ത്, ആലപ്പുഴയിലുള്ള അജിത്തിന്റെ സ്ലാങ് അല്ല എനിക്ക് വരിക. ആണോ? നെവർ. അജിത്ത് പറയുമ്പോൾ ആലപ്പുഴക്കാരുടെ ഒരു ശൈലി വരും. കോട്ടയംകാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഫ്രം കോട്ടയം. അൽക്ക മലയാളത്തിൽ എന്തെങ്കിലും പറഞ്ഞു? അറിയത്തില്ല കേട്ടോ. അറിയത്തില്ല. അതെ അറിയത്തില്ല, കൊണ്ട് ഒക്കത്തില്ല അല്ലെ? അതൊക്കെ കോട്ടയത്തല്ലേ? അതൊക്കെ കോട്ടയം നടക്കത്തില്ല. ഇതൊക്കെ കോട്ടയംകാര ഭാഷയാണത്. കാസർഗോഡൊക്കെ ചെന്ന ഒരു രക്ഷയില്ല, ഒന്നും മനസ്സിലാവില്ല അവരുടെ മലയാളം. അപ്പൊ അതെങ്ങനെ അൽക്ക എവിടെങ്കിലും പോയിട്ട് പഠിച്ച മലയാളമാണോ? നോ, അല്ലല്ല, തന്നെ നമ്മുടെ സ്ലാങ് അങ്ങനെ ആയിപ്പോയി. അതെ അത് നമുക്കത് പുറത്ത് നിങ്ങളുടെ നാട്ടിൽ തന്നെ. ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണെങ്കിലും തൃശ്ശൂർ സ്ലാങ് അത്ര വരണമെന്നില്ല, കൊണ്ടുവരാണല്ലോ. എങ്കിൽ പോലും നമ്മള് ഈ കാസർഗോഡ് ബേക്കൽ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ പോയി ക്ലാസ് എടുക്കാനായിട്ട്. ബേക്കല്, കാസർഗോഡ്, ബെല്ലൂര്. അപ്പൊ അവിടെയൊക്കെ ചെന്നിട്ട് അപ്പൊ ഞാൻ എന്റെ പ്രസംഗങ്ങളിൽ ഞാൻ ഈ ഒരു ഇത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഐ വിൽ ബി വെരി കോൺഷ്യസ് അബൌട്ട് മൈ സ്ലാങ്. മലയാളം സംസാരിക്കുമ്പോൾ നമ്മള് നാടൻ രീതിയിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഞാൻ എന്റെ വേണ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കുന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രയോഗങ്ങൾ അതിൽ കടന്നു വരും. പക്ഷെ പ്രസംഗിക്കുമ്പോൾ അത് വരാൻ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ ട്രെയിനിങ്ങിൽ വരും. അത് വേണമെന്ന് വെച്ചാൽ എനിക്ക് വരത്താതിരിക്കാൻ പറ്റും. പക്ഷെ അത് എനിക്ക് കുറച്ച് ഗുണം ചെയ്യുന്നതായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കുട്ടികൾക്ക് അത് ആസ്വദിക്കാൻ പറ്റാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് പോകുമ്പോൾ. ഇപ്പൊ മൂത്തുന്തുകാരും ഇവരൊന്നും കേട്ടാന്നൊന്നും തോന്നില്ല. പക്ഷെ പുറത്ത് പോകാൻ അവർ ചിരിക്കും. ഒരു കുറെ നേരം ഈ ഭാഷ ആസ്വദിച്ചിരിക്കും. അപ്പൊ എനിക്കത് ഒരുപാട് ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ when I deliver speeches, I will be very conscious about my slang, whether it is in English or Malayalam. അപ്പൊ അതേപോലെ അപ്പൊ അത് ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. അപ്പൊ ആ ലാംഗ്വേജ് എനിക്ക് എങ്ങനെ കിട്ടി? ഞാൻ വാൽക്കയ്ക്ക് കോട്ടയംകാരുടെ ഭാഷ അൽക്കത്തിന് ജനിച്ചു വളർന്നപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടിയ പോലെ എനിക്ക് എന്റെ ഭാഷ എന്റെ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ കേൾക്കുന്ന ഇംഗ്ലീഷ് മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മളുടെ ഇംഗ്ലീഷിൽ വരും. അല്ലാതെ നമുക്കത് ബുക്ക് വെച്ചിട്ട് അതിന്റെ തിയറി മാത്രം പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല. എവ്രി ഡേ യു ഷുഡ് get time for that. You should find time to get listening. Every day make sure that you are improving a bit. ചെറിയ രീതിയിലെങ്കിലും ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കണം. So you can get that result or you can reach your destination in a very short spell. After 3 months, 6 months, you can have that beauty in your English. കേട്ടോ, അത് സംശയമില്ല. എന്ന് വെച്ച് ആക്സന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രൊനൗൺസിയേഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എക്സാക്ട് ബ്രിട്ടീഷ് അമേരിക്കൻ വേണോ എന്നുള്ളതിന് ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണത്. കാരണം അത് വേറെ എവിടെയും ഞാനത് രണ്ടു കൂട്ടരാണത് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളത്. ഒന്ന് നേറ്റീവ് സ്പീക്കേഴ്സ് അവരങ്ങനെ പറയും, അങ്ങനെ അവർക്ക് അങ്ങനെ വരുള്ളൂ. അത് അവർ ട്രെയിൻഡ് അല്ല, അവരങ്ങനെയാണത്. അവരുടെ മൗത്ത് ഓർഗൻസ് മൂവ് ചെയ്യുന്നതും
അവരുടെ വോക്കൽ കോഡ് വർക്ക് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അതല്ലാതെ പിന്നെ ആ ഒരു സ്ലാങ്, ആ ഒരു ആക്സെന്റിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളത് ട്രെയിനേഴ്സാണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കോൾ സെന്ററിൽ വർക്ക് ചെയ്യുന്നവർ. ഇവരൊക്കെ അത് അങ്ങനെ മനഃപൂർവ്വം അത് കാണിക്കേണ്ടി വരാറുണ്ട്. എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ അത് ആ ഒരു ആക്സെന്റിൽ കാണിക്കാൻ ഡെമോൺസ്ട്രേഷനൊക്കെ വേണ്ടി കാണിക്കും. ചിലർ സ്ഥിരമായിട്ട് അങ്ങനെയാണ് സംസാരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ ഒരു കാരണവശാലും നിർബന്ധമായിട്ടും എനിക്ക് പറയാവുന്നത് ദർ വിൽ നോട്ട് ബി എനി മദർ ടങ് ഇൻഫ്ലുവൻസ് ഇൻ യുവർ ഇംഗ്ലീഷ്. അതിൽ നിങ്ങൾ ഉറപ്പിച്ചേക്കുക. ഈ പറഞ്ഞ പോലെ ഐ കം യു ഗോ എന്നൊക്കെ ചോദിക്കാതിരിക്കുക. ഐ വിൽ കം, അങ്ങനെ ഒരു ക്ലബ് ചെയ്ത് പറയാം വേർഡ്സ് ഒക്കെ, ഐ വിൽ കം കേട്ടോ. അപ്പൊ അതിന് ഈ ലിസണിങ് അല്ലെങ്കിൽ വാച്ചിങ് TV പോലുള്ള പ്രോഗ്രാംസ് നമുക്ക് ഭയങ്കരമായിട്ട് ഉപകരിക്കും. ഡെലിവർ സ്പീച്ചസ്, അത് ചിലപ്പോൾ അധികം നിങ്ങൾ ആരും സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഡെലിവർ സ്പീച്ചസ് ഞാൻ ആരെ ഇനിയിപ്പം സ്ക്രീനിൽ ഞാൻ ടാസ്ക് കൊടുക്കാത്ത ആരെയാണെന്ന് നോക്കട്ടെ. ദേവിക രാജേന്ദ്രൻ, സീതുമോള്, വേറെ ആരാണുള്ളത്? അഖിൽ ഇരിക്കുന്നുണ്ടല്ലോ അവിടെ. അഖിൽ പി സോമൻ. അഖിൽ, ആർ യു ദേർ? Akhil is not there. Huh? Anna Melinda Martin. Anna. Sir. Anna is there. Huh? I will give you a topic. Can you speak for a couple of seconds? Okay, sir. I will try. Yeah, you can. Your topic is this. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് വേണ്ടേ? ഓക്കെ. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ ടീച്ചർ ഇൻ അവർ state or in the life of a student? Role of a teacher. The role of a teacher and topic. Okay, sir. Teacher will help the students to express. Teacher will help the students to improve their personality and their confidence in the social life. So teacher can not only influence the students, the teacher not only help them to deliver learn the subject. Not only that, they can help them to improve their career and personal life, and they can help the students to solve any problems among the students. So in our state, teacher can help the students. Excellent. That is called confidence. Whether you speak very beautifully or not, I don't care. You spoke. That is more at the moment. Topic നിങ്ങൾ സംസാരിച്ചില്ല. That is called confidence. നിങ്ങൾക്ക് ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടായില്ല. You are not nervous. അതായിട്ടും എനിക്ക് തോന്നിയില്ല. ഇതാണ് നിങ്ങൾക്ക് വേണ്ട. I am really full. കേട്ടാ, ഞാൻ വളരെ ഹാപ്പിയായി. So the next person will be Ardra Jacobo. അല്ലേ? Yes, sir. Ardra, are you ready? Yes, sir. Okay. Role of teacher is the topic. No, I'll change the topic. I'll give you another topic. Okay, sir. We are Malayalis, right? Yes, sir. Right. How proud you are as a Malayali? Okay. So I'm we are all are Malayalis, and I love Malayalam very much. When I'm thinking of taking option for degree, I first considered Malayalam, but everybody discouraged me because they are saying Malayalam will not have a better scope. And then I opted zoology. And today we are listening to this communicative English class.
Malayalam has very much importance in our life, but studying a global language is also an importance because from India we are choosing other countries for better job options, and on the way we are forgetting about Malayalam so much. And now Malayalam is a Shrestha Bhashayana. So try to read and promote Malayalam also along through the journey with the other languages. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് ബിഗ് ക്ലാപ്പ് കൊടുക്കുക എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് കേട്ടോ. ആർദ്രയ്ക്ക് മാത്രമല്ല, അൺബിലീവബിൾ ആണ്. പൊതുവെ ഒരു BEd കോളേജിലും പോയിട്ട് എനിക്ക് ഇത്രയും സ്മാർട്ട് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കാണാറില്ല. കേട്ടോ, നിങ്ങളുടെ സ്പീച്ച് ഇതൊക്കെ ചെറിയൊരു സ്കില്ലല്ല. ഒരു വിഷയം കിട്ടുമ്പോൾ തന്നെ നിങ്ങളത് ഐഡിയ അല്ലെ, ഇംപ്രോംപ്റ്റ് സ്പീച്ച് എന്നാണ് അതിനെ പറയാം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു പ്രാക്ടീസ് വേണം. Each and everyone should have that practice, public speaking practice. That is a wonderful experience. That will enhance your speaking skills. നമുക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യും. അപാരമായ ക്വാളിറ്റീസ് ഉള്ള ഒന്ന് അതാണ് ഡെലിവർ സ്പീച്ചസ്. അതിൽ പല കാറ്റഗറി ഉണ്ട് ആ സ്പീച്ചസിൽ. ഒന്ന് ഇപ്പൊ ചെയ്ത സ്പീച്ച്, ദാറ്റ് ഈസ് കോൾഡ് ഇംപ്രോംപ്റ്റ് സ്പീച്ച്, ബിക്കോസ് യു ഹാവ് നോ ടൈം ഫോർ ദ പ്രിപ്പറേഷൻ. എന്താ പറയാ, നമ്മൾ ആ ടോപ്പിക് കിട്ടുമ്പോൾ തന്നെ ഐഡിയ ജനറേറ്റ് ചെയ്യണം മനസ്സിൽ, ഓർഗനൈസ് ചെയ്യണ്ടേ, വെറുതെ പറയാൻ പറ്റും. It should be organized in the proper way. At the same time, it should be delivered. So, how powerful that skill? ഒരു അപാരമായ കഴിവാണത്. ഞാൻ എന്നെ ഒരു ട്രെയിനർ ആക്കിയതിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസംഗിക്കുന്ന ഒരാളാണ്. രണ്ട് ഭാഷയും എനിക്ക് ഇഷ്ടമാണ്. മലയാളം സംസാരിക്കുമ്പോൾ നല്ല മലയാളം പറയാ, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പരമാവധി ഭംഗിയായിട്ട് ഇംഗ്ലീഷും പറയാ എന്നുള്ളതാണ്. ഇംഗ്ലീഷും മലയാളവും കൂടി മിക്സ് ചെയ്ത് കാര്യമായിട്ട് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. സെന്റൻസ് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, പക്ഷെ ചില വേർഡ്സ് ഇല്ലേ, കുക്കറി ഷോ ഒക്കെ കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓയിലിൽ ഡിപ്പ് ചെയ്യണം, ചോപ്പ് ചെയ്ത ക്യാരറ്റ് ആഡ് ചെയ്യണം. അതെന്ത് ഭാഷയുള്ളത് അല്ലേ? അത് എന്താ പറയാ, മലീമസ് പൊല്യൂട്ടഡ് ആണ് ആ ലാംഗ്വേജ്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ലാംഗ്വേജ്. ഐ കനോട്ട് എൻകറേജ് ദാറ്റ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് തന്നെ പറയാം പരമാവധി. മലയാളം പറയുമ്പോൾ എന്ന് വെച്ചാൽ ചില മലയാളം പറയുമ്പോൾ ചില വേർഡ്സ് ഒക്കെ അറിയാതെ ഇംഗ്ലീഷൊക്കെ കടന്നു വരും. സ്വിച്ച് പോലുള്ള അങ്ങനെയുള്ള കുറെ വേർഡ്സ് ഒക്കെ വരും. ബാത്ത് അറ്റാച്ച്ഡ് റൂം എന്നൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലാത്തവർ പോലും അങ്ങനെയല്ല പറയാറ്. താങ്ക് യു അല്ലെ, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊന്നും പൊതുവെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. എന്നോട് ക്ഷമിക്കുക, അങ്ങനെയല്ല, സോറി അല്ലെ. അപ്പൊ അതൊക്കെ മാറ്റണം എന്നല്ല ഉദ്ദേശിച്ചത്. എങ്കിലും മലയാളം പറയുമ്പോൾ നല്ല മലയാളം പറയാം, മംഗ്ലീഷാക്കി പറയാതിരിക്കുക. ഓക്കെ, സോ ഡെലിവർ സ്പീച്ചസ്. അപ്പൊ അതിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനോടൊപ്പം പറയാനുള്ളത് നോക്കാം. Toastmasters, you can see, that is my certificate, you can see it on screen. Toastmasters, നിങ്ങൾ ഇന്ന് കഴിയുമ്പോൾ തന്നെ ഇന്റർനെറ്റിൽ പോകണം, യൂട്യൂബിൽ സെർച്ച് ചെയ്യണം, ടോസ്റ്റ്മാസ്റ്റേഴ്സിന്റെ സ്പീച്ച് കിട്ടും. അതില് കുറേ സ്പീച്ച്, ഒരു ഗംഭീര ഒരു വേറൊരു സ്റ്റൈലാണ് അവരുടെ പ്രസന്റേഷൻ. ടീച്ചേഴ്സിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എല്ലാവർക്കും അത് ആ സ്റ്റൈല് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം മൂവ് ചെയ്തുകൊണ്ടുള്ള സ്പീച്ചാണ് അതിൽ വരിക. മറ്റേ റോസ്ട്രം ഇല്ലേ, സ്പീക്കർ സ്റ്റാൻഡ്, ലക്ടേൺ, മലയാളത്തിൽ തന്നെ പറയുന്ന ഒരു പേരുണ്ട്, വെറതാങ്ങി എന്ന് പറയുന്ന സാധനമില്ലേ, ഒരു വുഡൻ സംഭവം, സ്പീക്കർ സ്റ്റാൻഡ്. അതിന്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ അത് വേറെ ഒരു സ്റ്റൈലാണ്. ഇതങ്ങനെയല്ല, ഇത് സ്റ്റേജിൽ മൂവ് ചെയ്ത് സംസാരിക്കുന്ന സ്റ്റൈലാണ്. അപ്പൊ ടീച്ചേഴ്സിന് പലപ്പോഴും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ പറയാറുള്ളത്, ദേ വിൽ ബി ലൈക്ക് എ സ്റ്റാച്യു ഇൻ ദ ക്ലാസ് റൂം, ദേ നെവർ മൂവ്. അങ്ങനെയുള്ള ടീച്ചേഴ്സ് മാർക്ക് കുറയും. ടീച്ചേഴ്സ് എപ്പോഴും ക്ലാസ് റൂമിന്റെ സ്പേസ് ശരിക്കും ഉപയോഗിക്കണം എന്നാണ് പറയാ. അപ്പോൾ ടീച്ചേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ സ്പീച്ച് കാണാം. നിങ്ങൾ എന്നിട്ട് എവിടെയെങ്കിലും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അവിടെയാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് സാധനങ്ങൾ അധികം ഇല്ലാത്തത്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. പക്ഷെ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് ടീച്ചറായിട്ട് മാറും, ഇൻസ്പയറിംഗ് ടീച്ചേഴ്സായിട്ട് മാറണം. സ്പീച്ച് പ്രാക്ടീസ് ചെയ്തോ, നിങ്ങളുടെ ടീച്ചിങ്ങിലും അത് ഗുണം ചെയ്യും. അപ്പൊ ഈ കാണിക്കുന്നത് ഞാൻ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ തൃശ്ശൂർ അതിന്റെ ചാപ്റ്റർ ഉണ്ട്, എറണാകുളത്തുണ്ട്, കോഴിക്കോടുണ്ട്. അങ്ങനെ 3-4 ഉള്ളൂ കേരളത്തിൽ. തൃശ്ശൂർ ഞാൻ വളരെ ആക്റ്റീവ് ആയിരുന്നു. അത് 2016 അത് പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇപ്പോൾ ഈ കാണുന്നത് സ്പീച്ച് കോൺടെസ്റ്റ്, പ്രിപ്പയർഡ് സ്പീച്ച് ആണത്. നമ്മളൊരു വിഷയത്തിൽ അന്ന് എനിക്ക് റിലേഷൻഷിപ്പോ അങ്ങനെ എന്തോ ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ അതിൽ ഞാൻ പങ്കെടുത്തിട്ട് എനിക്കായിരുന്നു അതിൽ ഫസ്റ്റ് പ്രൈസ്. നമ്മൾ അത് പ്രിപ്പയർഡ് സ്പീച്ച്. ഇനി അടുത്ത് നോക്കുക, അതിന് സൈഡിൽ കാണാൻ പറ്റും സെൻട്രലായിട്ട് സ്പീച്ച് കോൺടെസ്റ്റ് ഫസ്റ്റ് പ്രൈസ് രാജേഷ് സുബ്രഹ്മണ്യൻ ഫോർ ക്ലബ് ടേബിൾ ടോപ്പിക് സ്പീച്ച് കോൺടെസ്റ്റ്. അത് ടേബിൾ ടോപ്പിക് എന്നുള്ള ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതായത് നമ്മൾ പിക്ക് ആൻഡ് ടോക്ക് എന്നൊക്കെ പറഞ്ഞ ആക്ടിവിറ്റി കേട്ടിട്ടില്ല നിങ്ങൾ? ടേബിളിൽ കുറേ
ഒരു ബോക്സിനുള്ളിൽ കുറെ പേപ്പർ വയ്ക്കും, അത് പോയി എടുത്തിട്ട് കിട്ടുന്ന ടോപ്പിക്ക് നമ്മൾ സംസാരിക്കും. അതിന് പിക്ക് ഉണ്ടോ അതേപോലത്തെ ഒരു സംഭവം, ടേബിൾ ടോപ്പിക്. പെട്ടെന്നൊരു ടോപ്പിക് കിട്ടും, അതിന് അപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് സംസാരിക്കണം. അതിലും എനിക്ക് ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് തേർഡ് വൺ, ബെസ്റ്റ് സ്പീക്കർ ഓഫ് ദ മീറ്റിംഗ്. നമ്മൾ മീറ്റിങ്ങിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GDസും ഡിബേറ്റും അല്ലെങ്കിൽ മീറ്റിങ്ങിൽ വേറെ പല ടോപ്പിക് പല വിഷയങ്ങൾ വരും. അതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിക്ക് അവർ തന്ന ഒരു അപ്രീസിയേഷൻ ആണ് അത്, ബെസ്റ്റ് സ്പീക്കർ ഓഫ് ദ മീറ്റിംഗ്. ദാറ്റ് ഹെൽപ് മീ എ ലോട്ട് ഇൻ മൈ ലൈഫ് ടു ഗെറ്റ് മോർ കോൺഫിഡൻസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി വൺ ഇൻ ദ വേൾഡ്. No other bitter feelings or mind block or negative thoughts in mind. കേട്ടോ, നമ്മളതിൽ ഗ്രാൻഡ് മാസ്റ്റർ ഒന്നും ആയിട്ടല്ല, പക്ഷെ നമ്മളുടെ നിലവിലുള്ള അറിവ് ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് ഈ ലോകത്തിൽ ആരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടാക്കുന്നതിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുന്നവർ അതിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനോ അല്ലെങ്കിൽ അതിന് സമാനമായ ക്ലബ്ബുകളിലൊക്കെ എവിടെ ഇംഗ്ലീഷിൽ എവിടെ സ്പീച്ചൊക്കെ പറയാൻ അവസരം കിട്ടും, ഇംഗ്ലീഷിൽ പറയാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് പറയാം. നാട്ടിൻപുറത്ത് ചെറിയ ഒരു കൂട്ടായ്മയിലൊക്കെ ചിലപ്പോൾ അത് അത്ര അഭംഗിയായി പോവാം ചിലപ്പോൾ. അല്ലാത്ത സ്ഥലത്തൊക്കെ നിങ്ങൾ അത് അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക, ഇംഗ്ലീഷിൽ സ്പീച്ച് ഡെലിവറി ചെയ്യുക. അത് വെൽക്കം സ്പീച്ച് ഉണ്ട്, വോട്ട് ഓഫ് താങ്ക്സ് ഉണ്ട്, ഫെലിസിറ്റേഷൻ സ്പീച്ച്, ഇനാഗുറൽ അഡ്രസ്, കീനോട്ട് സ്പീച്ച്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ റോൾ ഏറ്റെടുത്ത് ചെയ്യുക. നമ്മൾ പൊതുവെ അങ്ങനെ ഏറ്റെടുക്കുന്നവർ കുറവാണ്. ഇപ്പൊ അൽക്ക മാത്യുവിനെ ആരേൽപ്പിച്ചു ഈ റോള് എന്ന് എനിക്കറിയില്ല. വെൽക്കം അതേപോലെ ഹീര മാം. ഓക്കെ. അപ്പൊ അതേപോലെ ഇനി അടുത്ത തവണ ചെയ്യുമ്പോൾ വേറെ ആൾ വെൽക്കം ചെയ്യാം. അങ്ങനെ സ്കൂൾ കോളേജസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് അതുപോലെ കുറെ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് യു വിൽ ഗെറ്റ് എംപ്റ്റി നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു സ്പീക്ക്, പെർഫോം. അപ്പൊ അതൊക്കെ ഭംഗിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഡെലിവർ സ്പീച്ചസ്. നെക്സ്റ്റ്, ട്രൈ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ്. അതായത് നമ്മൾ ചിന്തകൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അയ്യോ എനിക്ക് വിശക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ തോട്ട്. നമ്മൾ ചിന്തിക്കുന്ന മലയാളത്തിലാണല്ലോ, സാധാരണ മലയാളികൾ ചിന്തിക്കുന്നത് ഇംഗ്ലീഷിലാണ്. പക്ഷെ when I met a lady at North Parur, we had a conversation and what she said, Rajesh, I am thinking in Hindi and I am translating into Malayalam. ആ മാം പറഞ്ഞതാണ്, I am thinking in Hindi and I am translating into Malayalam. Because I was born and brought up in Mumbai. ആള് ബോംബെയിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ആള് ചിന്തിക്കുന്നത് ഹിന്ദിയിലാണ്. ഹിന്ദിയാണ് ആൾക്ക് കൂടുതൽ കംഫർട്ട്. എന്നിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിലാണ്, എന്നിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ ചിന്തകൾ കുറെയൊക്കെ ഇംഗ്ലീഷിലാക്കാൻ ഒന്ന് ശ്രമിച്ചാൽ വലിയൊരു പരിധി വരെ പറ്റും. പിന്നെ അത് ക്രമേണ അങ്ങനെ ആയി മാറും. നമുക്ക് ചിന്തിക്കേണ്ടി ഒന്നും വരില്ല, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് വരും. പക്ഷെ വേറെ ഒരു ഭാഷയ്ക്കും ഇത്രയും ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഇത്രയും ടഫായിട്ട് നമുക്ക് ആ കാര്യത്തിൽ തോന്നുന്നില്ല. പറയുമ്പോൾ നമുക്ക് പറയാം ഇംഗ്ലീഷും ഒരു ഭാഷയല്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആണ് ആ കാര്യത്തിൽ. തമിഴോ നമ്മുടെ ഇന്ത്യൻ ഭാഷ പോലെ അല്ല അത്, അതിന്റെ പാറ്റേൺ ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അതിനു വേണ്ടി ഒരു മനഃപൂർവ്വം ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇംഗ്ലീഷ് ഈ പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിലോ ഒരാളുടെ ഗൈഡൻസിലോ പഠിക്കേണ്ടതൊന്നല്ല. ഇത് നമ്മൾ നോർമലി നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ സംസാരിച്ചു പോകുന്നതാണ്. നമ്മൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഇടപഴകുക എന്നുള്ളതാണ് അതിനുള്ള ബെസ്റ്റ് വഴി. ദർ ഇസ് നോ അതർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ് ഫ്രം മൈ എൻഡ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. പക്ഷേ ആ ഒരു അവസരം ഇല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ഇസ് ദിസ്, വി ഷുഡ് ഹാവ് കോൺഷ്യസ് പ്രാക്ടീസ്, അവർ സെൽഫ് പ്രാക്ടീസ്. ഇതൊക്കെയാണ് ഞാനിത് ഒറ്റയ്ക്ക് നിങ്ങൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വിഷയം വരുന്നത്. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാം. റീഡ് ബുക്സ് വായിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ കുറെ കിട്ടും. റിട്ടൺ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും അതിൽ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് മനസ്സിലാവും. റൈറ്റ് എ പാരഗ്രാഫ് എ ഡേ. എഴുതാനിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഹൗ ഫാർ വി ആർ ഏബിൾ ടു റൈറ്റ് സെന്റൻസസ്. എന്താ പറയാ, നമുക്ക് അതെങ്ങനെ ഒരു ബുക്കിലേക്ക് പകർത്താൻ പറ്റുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവും. റെക്കോർഡ് യുവർ ടോക്ക് ആൻഡ് ലിസൺ ടു ഇറ്റ്. നമ്മൾ സംസാരിക്കുക, നമ്മുടെ മൊബൈൽ എടുത്തിട്ട് വോയിസ് റെക്കോർഡർ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യുക. ഐ എം എ സ്റ്റുഡൻറ്, ഐ എം എ വെരി ambitious student. I want to come up in my life. How can I help others? How can I be an outstanding teacher, a best teacher? How can I make changes? How can I bring about positive changes in the life of my students? എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ റെക്കോർഡ് ചെയ്യാൻ തിരിച്ച് കേൾക്കാം. ഇത് വേറൊരാൾ കേൾക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുമ്പോൾ അറിയുള്ളൂ. പാട്ടൊക്കെ പാടുന്ന വലിയ പാട്ടുകാരെന്ന് വിചാരിച്ച് നടക്കുന്നവർ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുമ്പോൾ അയ്യോ ഇങ്ങനെയായിരുന്നു എന്റെ പാട്ട് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. പിന്നെ കറക്റ്റ് ചെയ്തിട്ട് കുറെ കൂടി ഭംഗിപ്പെടുത്തിയിട്ടുണ്ട്. സെയിം തിങ് ഹാപ്പൻസ് in our English. Next, keep a file for new material.
ഒരു ഫയൽ എപ്പോഴും വെച്ചേക്കുക. ഇംഗ്ലീഷിനെ പ്രേമിക്കുന്നവർ കേട്ടോ, ഇംഗ്ലീഷിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്ഡേഷൻസ് ചെയ്യുക. എപ്പോഴും അപ്ഡേഷൻസ് ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ടീച്ചേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ അതിന് കുറച്ച് അപ്ഡേഷന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അത്ര വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ആക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൂസ് ആക്ടർ? ACTOR. One who acts. അഭിനേതാവ് അല്ലെ? നമ്മള് മൂവിയിലെ സിനിമ നടൻ, ആക്ടർ. നടി ആരാണ്? ആക്ട്രസ്. പക്ഷെ റീസെന്റ് ആയിട്ട് വന്നൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നടിമാർക്കും ആക്ടർ തന്നെ പറയുന്ന ഒരു മാറ്റമാണ്, ഒരു എടുത്തു തന്നെ മാറ്റമാണ്. നടിമാർക്കും നമുക്ക് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അയ്യോ എവിടെ ഡിക്ഷണറിയിൽ എടുത്തു, ഇംഗ്ലീഷുകാരെ ഏറ്റെടുത്തു, അവർ എക്സ്പ്രഷനായിട്ട് ഏറ്റെടുത്തു. ദാറ്റ് ഇസ് കോൾഡ് അപ്ഡേഷൻ. നിങ്ങൾക്കറിയാം ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിന് ബീറ്റ് ചെയ്യാൻ വേറൊരു ആപ്പില്ല. എന്നിട്ടും അവർ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് മെസ്സേജ് വരും, പുതിയ സാധനം ഇറങ്ങി, അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. So what update we are doing in our life, our profession, we never do that. അപ്പോൾ അപ്ഡേഷൻ അതിന്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ എന്തായാലും നമ്മുടെ ബ്രിഡ്ജ് കോഴ്സ് ഒക്കെ വരുമ്പോൾ ഷെയർ ചെയ്യാം, അതിന്റെ ഇമ്പോർട്ടൻസും എങ്ങനെ ചെയ്യണം. ഐ എം കൺക്ലൂഡിങ് ഇംഗ്ലീഷുമായിട്ട് ഓറിയന്റേഷനായിട്ട് ബന്ധപ്പെട്ട് ജനറലി എനിക്ക് പറയാനുള്ളതാണ്. അപ്പൊ ഒന്നും കൂടി ഞാൻ റീക്യാപ്പ് ചെയ്യുന്നു. മറ്റുള്ളവർ പറയുന്നത് ഭംഗിയായിട്ട് കേൾക്കുക, ഇംഗ്ലീഷ് കേൾക്കാനും കാണാനുമുള്ള അവസരങ്ങൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുക. ചെറിയ ടോക്ക് ആണെങ്കിലും വലിയ സ്പീച്ചസ് ഒക്കെ ആണെങ്കിലും എവിടെയെങ്കിലും പ്രസന്റ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഭംഗിയായിട്ട് ഏറ്റെടുത്ത് ചെയ്യുക. നീ പറയും ഞാനും പറയുന്നു പറയാതിരിക്കാൻ നോക്കുക. സ്പീച്ചൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടും പറയാ. ഇതുപോലുള്ള അവസരങ്ങളിൽ പെട്ടെന്നൊരു ടോപ്പിക്ക് പറയാൻ, രണ്ടും രണ്ടാണ്. പ്രിപ്പയർഡ് സ്പീച്ചസ് പറയുന്ന ചില നല്ല മിടുക്കന്മാർക്ക് എല്ലാവർക്കും ഇംപ്രോംപ്റ്റ് സ്പീച്ച് പറയാൻ പറ്റുന്നില്ല. അത് വേറൊരു സ്കില്ലാണ്. പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞത്. ഒരു എബി ജാൻ, അദ്ദേഹം നല്ല എക്സ്പേർട്ട് സ്പീക്കർ, ഒറേറ്ററാണ്. പക്ഷേ ഇംപ്രോംപ്റ്റ് ഒട്ടും പറ്റില്ല. എക്സ്റ്റംപറി പോലത്തെ സ്പീച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ പറയുന്നത് പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകും. അപ്പോൾ അത് ചെയ്യുക. പിന്നെന്താണ്, ഈ പറഞ്ഞ പോലെ തിങ്ക് ഇൻ ഇംഗ്ലീഷ്, കീപ്പ് എ ന്യൂ ഫയൽ ഫോർ ന്യൂ മെറ്റീരിയൽ, അപ്ഡേഷൻ ചെയ്യുക. സ്റ്റൈല് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. നല്ല രസമുള്ള ഇംഗ്ലീഷിൽ തന്നെ കണക്ട് ചെയ്ത് ഐ വിൽ ഗോ എന്നൊക്കെ മാറ്റിയിട്ട് ഐ വിൽ ഗോ, ഐ വിൽ കം, ഹി അല്ലെ, പേപ്പർ, അങ്ങനെ ആ ഫോണറ്റിക്സ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അത് പരീക്ഷയ്ക്കുള്ള വിഷയം മാത്രമായിട്ട് കാണാതിരിക്കുക. ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് മെറ്റീരിയൽ. ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ഞാനത് ഇതൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്യുക. ഒപ്പം ഇനി നമ്മൾ ആഡ് ഓൺ ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്താം. വാട്ട് ഈസ് ആഡ് ഓൺ ഇംഗ്ലീഷ്? ആഡ് ഓൺ ഇംഗ്ലീഷിന്റെ ഓഫീസുള്ളത് TKS പുരമാണ്. നിങ്ങളുടെ അവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഓഫീസിലല്ല പക്ഷെ കൂടുതലും ക്ലാസ്സുകൾ നടക്കുന്നത്. അത് പേരിനൊരു ഓഫീസ്. പേഴ്സണൽ കോച്ചിങ് ഒക്കെയാണ് അവിടെ കൂടുതൽ നടക്കുന്നത്. എന്നാൽ ഞാനൊരു വളരെ തിരക്കുള്ളൊരു ട്രെയിനറായിരുന്നു. പാസ്റ്റാണ് ആയിരുന്നു കേട്ടോ, ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ശ്രദ്ധിക്കുന്നത് കീൻ ആയിട്ട് ഒബ്സർവേഷനും എല്ലാം വേണം. അപ്പോൾ ആയിരുന്നു, പാസ്റ്റാണ്. ഐ യൂസ് ടു ടേക്ക് ക്ലാസ്സസ്. അപ്പോൾ സ്കൂളുകളിൽ നിന്ന് സ്കൂളുകളിലേക്ക് ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ് എന്ന് പറയാൻ കാര്യം, ഞാൻ LKG മുതൽ ഡിഗ്രി, PG, ഇപ്പം നിങ്ങളെ പോലുള്ള B.Ed സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുക്കും. കൂടാതെ ടീച്ചേഴ്സിന് പാരൻസിന് ഇതാണല്ലോ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വരുന്ന 3 കാറ്റഗറി ആളുകൾ. 3 കൂട്ടത്തിനും ക്ലാസ് എടുക്കും. ഇത് കൂടാതെ കുടുംബശ്രീ യൂണിറ്റുകൾ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് അക്കാഡമി, കെപ്പ, കേരള പോലീസ് അക്കാഡമി, തൃശ്ശൂരാണ് ആസ്ഥാനം. അവിടെ പോലീസ് ഓഫീസേഴ്സ്, SI റാങ്കിലുള്ളവർക്ക് വരെ നമ്മൾ ക്ലാസ് കൊടുക്കാറുണ്ട്. ഇപ്പൊ കിലയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുടുംബശ്രീകൾ, അതുപോലെ പിന്നെന്താ പറയാ, ഗ്രാമസഭ, അങ്ങനെ അത് വേറെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത്ര തിരക്ക് പിടിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ 12 മണിക്കൂർ വരെ ക്ലാസ് എടുത്ത ദിവസങ്ങളുണ്ട്. റെയറാണ്, 12 മണിക്കൂർ തുടർച്ചയായിട്ട് ക്ലാസ് എടുത്ത ദിവസങ്ങളുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ലഞ്ച് ബ്രേക്ക്, ടീ ബ്രേക്ക്, ഒരു സ്പോട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് അതൊക്കെ വരും കേട്ടോ. അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് എടുക്കുന്ന ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ഒക്കെ അത് നിങ്ങളത് മൈനസ് ചെയ്യാം. പക്ഷെ എങ്കിൽ പോലും രാവിലെ 8 മണിക്ക് ക്ലാസ് തുടങ്ങിയിട്ട് എൻ്റെ ലാസ്റ്റ് ക്ലാസ് തീരുന്നത് ശ്രീകൃഷ്ണ TTC സെന്റർ ഉണ്ട് പനങ്ങാട് സ്കൂളിന്റെ അടുത്ത്. ഈ ഭാഗത്തുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ക്ലാസ്. ആ ക്ലാസ് ഈവനിങ് ടൈം ആയിരുന്നു. TTC പഠിക്കുന്ന കുട്ടികൾക്ക് ഓറിയന്റേഷൻ ക്ലാസ് 6 to 9 ആയിരുന്നു ക്ലാസ് ടൈം. അപ്പൊ 9 o'clock വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ പറഞ്ഞു, ഇന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ക്ലാസ് എടുത്ത ദിവസം. അപ്പൊ അതുകൊണ്ട് ഇപ്പോ നെക്ക് ബാൻഡ് മൈക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടീച്ചേഴ്സ് മൈക്ക് എന്നൊരു പേരുണ്ട്. അതില്ലാതെ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാറില്ല. കാരണം സ്ട്രെയിൻ വല്ലാതെ വരുന്നുണ്ട് വോക്കൽ കോഡിന്. ഈ പറഞ്ഞ പോലെ 85 കുട്ടികളുള്ള സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിലൊക്കെ പോയാൽ ഒച്ച ഒരുപാട് വേണ്ടി വരും.
അപ്പോൾ 6-7 ഡിവിഷനൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും വി വിൽ ബി റിയലി എക്സോസ്റ്റഡ്, നോട്ട് ബി ഏബിൾ ടു ഈവൺ ടേക്ക് 1 സ്റ്റെപ്പ് ഫോർവേഡ്. നമുക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നെക്ക് ബാൻഡ് ഒരു 20-25 പേരുള്ള ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഞാൻ അത് വെച്ചിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് സംസാരിക്കാറ്. അതല്ലെങ്കിൽ നല്ല മൈക്ക് വേണം. ഇന്നിപ്പോൾ അതിനൊന്നും നിർബന്ധം പറയാൻ പറ്റില്ല, ഓൺലൈനായി. അപ്പൊ ഞാൻ സംഭവിച്ചത് അങ്ങനെ തിരക്കിന്റെ ഇടയിലാണ് നമുക്ക് മാർച്ച് 10th, ആ ഡേറ്റ് എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാനൊരു LP സ്കൂളിൽ നിൽക്കുമ്പോഴാണ് അനൗൺസ്മെന്റ് ഗവൺമെന്റിന്റെ വരുന്നത്, എന്താണ് സ്കൂളുകൾക്ക് ഇനി ക്ലാസ് ഇല്ല. സ്കൂൾ അടച്ചു കഴിഞ്ഞ മാർച്ച് 10th. എന്റെ മെയിൻ തട്ടകം സ്കൂളുകളാണ്, മറ്റേതൊക്കെ നമ്പർ കുറവായിരിക്കും. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഐ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. ഐ വാസ് ഇൻ ഡയലമ. നിങ്ങളുടെ പോലെ ഒരു എന്താ പറയാ, മറ്റു ടീച്ചേഴ്സിന്റെ പോലെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളുകളല്ലാത്തത് കൊണ്ട് ഒരു 1 month ഞാൻ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഫാമിലിൻ്റെ കേട്ടോ, കുട്ടികളൊക്കെ ആയിട്ട് കളിച്ച് ഈ മാർസുപ്പിലാമിയും ഡോറാബുജിയും ഹെർവിനും സൂയിയും പപ്പാസ് മാർസും ഇതൊക്കെയാണ് അവരുടെ ഞാനും കാണും. ഉപ്പുമുളകും ഇതൊക്കെ ഞാനും കുറെ നേരം കണ്ട് ആസ്വദിച്ച് പാട്ടൊക്കെ പാടി കൈകൊട്ടി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിനിടയിൽ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ബ്രെയിൻ സ്റ്റോമിങ്. നമ്മളങ്ങനെയാണല്ലോ, ഒരു ക്രൈസിസ് വരുമ്പോൾ ഹൗ ടു മാനേജ് ദ ക്രൈസിസ്. അങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. May 10th ഞങ്ങൾ ആഡ് ഓൺ ഇംഗ്ലീഷിന്റെ ഓൺലൈൻ ഫസ്റ്റ് ക്ലാസ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോ December 28th അല്ലേ. ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏതാണ്ട് 400ഓളം പേർക്ക് നമുക്ക് ക്ലാസ് കൊടുക്കാൻ ഓൺലൈനിൽ പറ്റിയിട്ടുണ്ട്. അതിലൊരു 60% ടീച്ചേഴ്സാണ്. എയ്ഡഡ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചേഴ്സ്. അവർ നല്ല ടീച്ചേഴ്സ് ആണ്. ഇംഗ്ലീഷിൽ കോൺഫിഡൻസ് ഇല്ല, അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മളുടെ അടുത്ത് വന്നു. അതിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ഓൺലൈൻ ട്രെയിനിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ള വേറൊരു BEd കോളേജിലെ കുട്ടികൾ ഇപ്പോൾ ആ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് കോഴ്സിനായിട്ട് ജോയിൻ ചെയ്യാം. അത് നിങ്ങൾ ഞാൻ അതിന്റെ ലിങ്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. മാമിന് ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തോളാം. മാം നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരും കേട്ടോ. അതിൽ ആ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക. അപ്പൊ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ അതിൽ അറിയാൻ പറ്റും. 1 month ഒരു കോഴ്സ് ഉണ്ട്. സൺഡേ ഒഴികെ എവറി ഡേ യു വിൽ ഗെറ്റ് ക്ലാസ്. അതിൽ കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലാസ് റൂം എക്സ്പ്രഷൻസ് കുറെ കിട്ടും. നീ എന്താണ് അവനെ തോണ്ടുന്നത്, നീ എന്താണ് ബുക്ക് കൊണ്ടുവരാതിരുന്നത്, ഇങ്ങനത്തെ കുറെ നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കണം. ആ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്റെ പ്രത്യേകത. ടീച്ചേഴ്സിന് കൂടുതൽ ആവശ്യം ക്ലാസ് റൂമിൽ നാളെ വരുമ്പോൾ ആസ്ക് യുവർ മദർ ടു കോൾ മീ ഇൻ ദി ഈവനിങ്. വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് അമ്മേനോട് എന്നെ വിളിക്കാൻ പറയണം. നിങ്ങൾ ആരാണ് തല്ലൂടിയത്, ക്ലാസ് റൂം ക്ലീൻ ചെയ്തോ, സ്കൂൾ വണ്ടി എത്തിയോ. ഞാനിത് എന്താ പറയാകായിരുന്നു വെച്ചാൽ, ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ പല ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇതിനെങ്ങനെ പറയാ സാറെന്ന് ചോദിക്കും. ഞാൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ ആണല്ലോ. അപ്പൊ ഞാൻ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു, ടീച്ചർ ഒരു കാര്യം ചെയ്യും, ക്ലാസ്സിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ടീച്ചർക്ക് അറിയാത്ത എക്സ്പ്രഷൻസ് കുറെ എഴുതി വെക്കും മലയാളത്തിൽ. അങ്ങനെ എഴുതി ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പതുക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കിയിട്ട് ഒരു 300-400 എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. ഫീസൊക്കെ വാങ്ങുന്നത് ഏറ്റവും ചുരുങ്ങിയ ഫീസാണ്. ശരിക്കും ആ കോഴ്സിന് 5,000 ആണ് 1 month കോഴ്സ് ഫീസ്. അത് നമ്മൾ ഓൺലൈനിലായപ്പോൾ 3,000 ആക്കി. കാരണം കുറെ നമുക്ക് മറ്റു കാര്യങ്ങൾ കുറെ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പെൻസുകളില്ല. അപ്പൊ 3,000 ആക്കി. പക്ഷെ നിങ്ങളെ പോലുള്ള ഒരു ഗ്രൂപ്പിന് നമ്മൾ അതിലും വളരെ താഴെ ഒരു 1,450 എന്നുള്ളൊരു ഫീസിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതും കുട്ടികളുടെ എണ്ണം കൂടുതൽ വരികയാണെങ്കിൽ ഇനിയും അതിൽ നമ്മൾ ഫീസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് തയ്യാറാണ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, യു ക്യാൻ ലെറ്റ് മീ നോ. യു വിൽ ഗെറ്റ് ദ ലിങ്ക്. യു ക്യാൻ ജോയിൻ അവർ ഗ്രൂപ്പ് ത്രൂ ദാറ്റ് ലിങ്ക്. യു വിൽ ഗെറ്റ് ഓൾ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ കോഴ്സ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് അതിന് ശേഷം എല്ലാ ഡീറ്റെയിൽസും കിട്ടും. എന്നിട്ട് നിങ്ങൾ അതിന് വേണ്ടി ചെയ്യുക. അതാണ് എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയാണ് എനിക്ക് അതിനെക്കുറിച്ച് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഐ ഹോപ്പ് യു എൻജോയ്ഡ് അവർ ക്ലാസ് ടുഡേ. നമ്മുടെ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ടൈം മാനേജ്മെന്റിൽ കുറച്ച് ബലം പിടിക്കേണ്ടി വരാറുണ്ട് എനിക്ക്. സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമും എനിക്ക് എൻ്റെ ഒരു പ്രത്യേകത, എന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ വറീഡല്ല. ഒരു വിഷയം, എൻ്റെ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു, എൻ്റെ മൊബൈൽ ഫോൺ നിലത്ത് വീണുടഞ്ഞു, എനിക്ക് അതിൽ 1% പോലും എന്നെ അത് മീൻസ് വിഷമില്ലെന്നല്ല, ബാധിക്കാറില്ല. പക്ഷെ എൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവരെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സ്ട്രെസ് വരും. കാരണം എന്നെ വെയിറ്റ് ചെയ്ത ഒരാളുകൾ ഇരിക്കുക, ഞാൻ വരാത്തത് കൊണ്ട് പ്രോഗ്രാം നടക്കാതിരിക്കുക, അതൊന്നും ഇന്ന് വരെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അതിന് നല്ലൊരു എക്സാമ്പിൾ കൂടി പറയാം. അത് സാധാരണ ടീച്ചിങ്ങിന്റെ വിഷയത്തിലാണ് ഞാൻ പറയാറ്, ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പറയാറില്ല. പക്ഷെ കഥകൾ കുറെ ഉള്ളതുകൊണ്ട് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞാണ്. എൻ്റെ വൈഫിന് ഡെലിവറി പെയിൻ വരുന്നത് വെളുപ്പിന് 3:30 അപ്പൊ അന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ തൈലൊക്കെ ഇട്ട് കുറെ കുഴിഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. ഇവൾക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ 3:30 മണിക്ക് പറഞ്ഞു, ഒരു രക്ഷയില്ലടോ നമുക്ക് പോവാന്ന് പറയുന്നു. അങ്ങനെ ഞാനും വൈഫും വൈഫിന്റെ അമ്മയും അങ്ങനെ വേണ്ടപ്പെട്ട ആളുകൾ. അപ്പൊ ചന്ദ്രാപിങ്ങിയാണ് എന്റെ വൈഫ് ഹൗസ്. അവിടെ നിന്ന് ഞാൻ വൈഫിനെയും കൂട്ടി നേരെ കൊടുങ്ങല്ലൂർ മെഡിക്കൽ ഹോസ്പിറ്റലായിരുന്നു, ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ്. അവിടെ എത്തി.
അങ്ങനെ ഡോക്ടറെ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഭാഗ്യത്തിന് ഡോക്ടർ അവൈലബിൾ ആയിരുന്നു. ഡോക്ടർ പെട്ടെന്ന് തന്നെ എത്തി. ഒരു 30 മിനിറ്റ്സിൽ ഡോക്ടർ എത്തി. ഡോക്ടർ ഒന്ന് കാണണം. നമുക്ക് രാവിലെ ക്ലാസ്സിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രഷ്നെസ് ഇല്ലേ, കുളിച്ച് റെഡിയായി നല്ല ഭംഗി, അതേപോലെ ഇരിക്കുകയാണ് ഡോക്ടർ വെളുപ്പിന് 4:30. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്ര വളരെ ചാം, അതായത് ഒട്ടും ഡള്ളല്ലാതെ. ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഡോക്ടർ കറക്റ്റ് 4 മണി 4:30 എത്തി. പെട്ടെന്ന് തന്നെ ഡെലിവറി, കാരണം സിസേറിയൻ നടത്തേണ്ടി വന്നു. സിസേറിയൻ ചെയ്തു തന്നു, നോർമലി കിട്ടിയില്ല. രണ്ടാമത്തെ ഡെലിവറിയാണ്. സിസേറിയൻ ചെയ്തപ്പോഴാണ് എന്താണ്, ഒരാളല്ല 2 ആള് ട്വിൻസ് ആയിരുന്നു, 2 പെൺകുട്ടികൾ. അങ്ങനെ ട്വിൻസിനെ എടുത്ത് പോവാണ്. ഒരാളെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചു, അടുത്ത ആളെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചു, നോക്കി ഉമ്മൊക്കെ കൊടുത്ത്. പിന്നെ അപ്പൊ അങ്ങനെ 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 സംഭവിച്ചു. ഒരു 4:30-5 മണിക്ക് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അന്നത്തെ ദിവസം എനിക്ക് ക്ലാസ് 7:30 മണിക്ക് മതിലകത്താണ് ക്ലാസ്. അവിടെ 7:30 ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പൊ അത് നമ്മളുടെ പ്രൊഫഷണലിൽ കാണിക്കുന്ന ഒരു ഡെഡിക്കേഷനാണ്. അതെനിക്ക് ഒരുപാട് മനഃപൂർവ്വം അല്ലാതെ എനിക്ക് എൻ്റെ ഒരു രീതി അങ്ങനെ ആയിപ്പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ അത് എനിക്കിങ്ങനെ ഒരു നിർബന്ധമുണ്ട്, നമ്മളുടെ കാരണം കൊണ്ട് മറ്റുള്ള ആൾക്ക് നഷ്ടങ്ങൾ ഉണ്ടാവരുത്, എന്തെങ്കിലും നേട്ടമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ പറഞ്ഞ ടൈമായിട്ടുണ്ട്, 9 to 10:30 ആണ് നമ്മുടെ ക്ലാസ് ടൈം പറഞ്ഞിരുന്നത്. കറക്റ്റ് 10:30 ആയിട്ടുണ്ട്. തുടങ്ങാൻ അല്പം വൈകിയെങ്കിലും അല്ലെ, ചായയിൽ പാല് കുറഞ്ഞാലും മധുരം, പാല് കൂടിയാലും മധുരം കുറയ്ക്കരുതെന്ന് പറയുന്ന പോലെ തുടങ്ങാൻ വൈകിയാലും നിർത്താനായിട്ട് വൈകിക്കേണ്ട, നിർത്താം. നേരത്തെ അല്ല, റൈറ്റ് ടൈമിൽ ഞാൻ നിർത്തുന്നത്. കാരണം നിങ്ങൾക്ക് ഇനി അടുത്ത സബ്ജക്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി അതിൽ പിടിക്കുന്നത്. അപ്പോൾ സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ. നിങ്ങൾ ഒരാളും കോംപ്രമൈസ് ചെയ്തിരിക്കുക ക്വാളിറ്റിയുടെ കാര്യത്തിൽ. നല്ല ടീച്ചേഴ്സായിട്ട്, എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ടീച്ചർ ഏതാണ് എന്ന് നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും ചോദിച്ചാൽ നിങ്ങളിപ്പോൾ പല പേര് പറയും. ഇപ്പൊ ഭാവിയിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്നെ ഒരു ജെയിംസ് വർഗീസ് ഉണ്ടായിരുന്നു, ഒരു അൽക്ക ഉണ്ടായിരുന്നു, ഒരു അഞ്ചു ഉണ്ടായിരുന്നു, എന്ത് നല്ല ടീച്ചറായിരുന്നു അറിയോ, ഞങ്ങളെ എടുത്തുകൊണ്ട് നടക്കും, ഞാൻ എന്തുണ്ട് അങ്ങനെ അല്ലെ, അഖില, ആതിര, അപർണ, അങ്ങനെയുള്ള ടീച്ചേഴ്സായിട്ടൊക്കെ നിങ്ങൾ മാറട്ടെ. ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങൾക്കൊക്കെ എനി ടൈം യു ക്യാൻ കോൺടാക്ട് അസ്. ഞാൻ അപ്പൊ ലിങ്ക് ഞാൻ മാമിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളാം. നമ്പർ വേണമെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടേക്കാം. 9745300303. That is my number. You can call anytime. I'm an easygoing person. So with all due respect, by wishing you a bright future, let me conclude my words. Ella ningalude participation excellent ആയി. Thank you for that. Over to Hira ma'am. Ma'am. Okay, thank you, sir. So thank you very much for that very interesting and lively session. Let us now conclude by a few words of vote of thanks. Okay, over to you. Okay, ma'am. Thank you. Yes, Darshana, are you there? Good morning, sir. Respected Rajesh sir, teachers and my I deem that a great pleasure to propose the vote of thanks and memorable session. First and foremost, I would like to thank our chief guest, Rajesh Subramanian sir, for his insightful and interactive session. Thank you so much, sir. It was a wonderful session. This helped us a lot. And next, I would like to thank our dear principal, Dr. Asha ma'am, for her constant guidance, vision, and commitment. And I also thank the entire faculty for their valuable commitment and contributions. I owe special gratitude to our dear Hira ma'am for her impeccable leadership. And special thanks to Alka and Adira for their cooperation. Last but not the least, I thank all of my friends for their participation and cooperation. Once again, thank all of you and thank you. Okay, thank you, sir. So now we are formally concluding the session. Thank you all for your full participation. Okay, sir. Thank you.